പരിശുദ്ധാത്മാവ് എന്നെ പ്രത്യേകിച്ച് ഏൽപ്പിക്കുന്ന ചില ആലോചനകൾ ആ ലെവലിലുള്ളവരുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ വളർന്നവരും തളർന്നവരുമെന്ന ഒരു പ്രത്യേക സബ്ജക്റ്റ് ഏതാണ്ട് 3-4 മാസത്തിന് മുമ്പായി പരിശുദ്ധാത്മാവനെ ഏൽപ്പിച്ച എക്സാക്ട്ലി ഈ വർഷം ഫെബ്രുവരി മാസത്തോടു കൂടെ ദൈവം എന്നെ ഏൽപ്പിച്ചു തുടങ്ങിയ അവിടെ മുതൽ എന്നോട് ഇടപെടുന്ന ഞാൻ പലയിടങ്ങളിലും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയമാണ് ശുശ്രൂഷയിൽ വളർന്നവരും തകർന്നവരും. ഇതിനിടയ്ക്കൊരു വിഭാഗമുണ്ട്, വളരുകയുമില്ല തളരുകയുമില്ല, അതുപോലെ കിടന്നത്. അവരെ ഞാൻ തൊട്ടു പറഞ്ഞങ്ങ് പോവുകയുള്ളൂ. ഇതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചത്. ദൈവസഭയിൽ ആദ്യമായി ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിലാണ്. പുതിയ നിയമസഭയിലെ 1-ാമത്തെ പ്രശ്നം ആഹാരം വിളമ്പുന്നതിൽ ഉള്ള പ്രശ്നമായിരുന്നു. യഹൂദന്മാരും യവനന്മാരും തമ്മിൽ ഒരു ഇടറുന്ന സാഹചര്യമുണ്ടായി. സഭയിൽ മിക്കവരും യഹൂദന്മാരായിരുന്നു, പ്രമാണികളെല്ലാം യഹൂദന്മാരാണ്, അപ്പോസ്തലന്മാരെല്ലാവരും യഹൂദന്മാരാണ്. പക്ഷേ യവനന്മാരും വന്നു. ജാതികളിൽ നിന്ന് യവനന്മാരിൽ നിന്ന് ആളുകൾ മുന്നോട്ട് വന്നതോടെ അവരെ പരിച്ഛേദന ഏൽപ്പിച്ച് വേണം ദൈവസഭയിലേക്ക് എടുക്കുവാനെന്ന് യാഥാസ്ഥികന്മാർ വാദിച്ചു. അങ്ങനെ വേണ്ട എന്ന് പൗലോസൊക്കെ പിന്നത്തേതിൽ വാദിച്ചു. പക്ഷേ അതിന് മുന്നമേ ഒരു പ്രശ്നം ആരംഭിച്ചു. അവരുടെ ഇടയിൽ ആഹാരം വിളമ്പുന്നതിൽ ഒരു തകരാറുണ്ടായി. വിളമ്പുകാരും എല്ലാവരും യഹൂദന്മാരായിരിക്കണം. അന്ന് യവന സ്ത്രീകൾ അല്ലെങ്കിൽ എബ്രായ ഭാഷക്കാർക്കെതിരെ ജാതികളിൽ നിന്ന് വന്നവർ ഒരു കംപ്ലൈൻറ്റ് ഉയർത്തി, ഞങ്ങളുടെ സഹോദരിമാരെ തീരെ അവഗണിക്കുന്നു, പ്രത്യേകിച്ചും ഞങ്ങളുടെ വിധവമാരെ ആഹാരത്തിൽ അവഗണിക്കുന്നു. സഭയ്ക്കകത്തൊരു പ്രശ്നം കൊണ്ടുവരാൻ പിശാച് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കണ്ട ഒരു നല്ല മെത്തേഡ് ഇതാ. 1-ാമത്തെ പ്രശ്നം മനുഷ്യജീവിതത്തിൽ വന്നത് തന്നെ ഒരു പഴം തിന്ന ആഹാരകാര്യത്തിലാണ് തുടങ്ങിയത്. പലർക്കും ആഹാരകാര്യത്തിൽ അവരവരെ നിയന്ത്രിക്കാൻ വയ്യാത്തതുകൊണ്ട് പിശാച് ഇതൊരു ഉപകരണമായി ഉപയോഗിക്കും. ഉപവസിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധാത്മാവ് ഇടപെട്ടാലും തിന്നണം, തിന്നുകൊണ്ട് പോകണം എന്ന് പിശാചും വാദിക്കും. രണ്ടായാലും ഇവിടെ വിളമ്പ് ശരിയായില്ലെന്നായിരുന്നു. അപ്പോസ്തലന്മാർ അതിനെ എൻഡോഴ്സ് ചെയ്തു. അവർ പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല, ചൊവ്വേ നേരെ വിളമ്പാം. യഹൂദന്മാർ വിളമ്പിയിട്ട് നിങ്ങൾക്ക് തൃപ്തിയാകുന്നില്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. അവർ വിളമ്പിയാൽ മതി, യഹൂദന്മാർക്കും കൂടെ. എപ്പോഴും ആ ന്യൂനപക്ഷത്തെ താങ്ങുവാൻ അപ്പോസ്തലന്മാർ തയ്യാറായി. അത് പ്രത്യേക പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമൊന്നും ആയിരുന്നില്ല, എന്നാൽ ദൈവിക അനുവാദത്തോടെയായിരുന്നു. യഹൂദന്മാർ പറഞ്ഞു, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന്, ജാതികളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു 7 പേരെ കമ്മിറ്റി മെമ്പേഴ്സായി തിരഞ്ഞെടുത്തു. ഈ 7 പേരുള്ള കമ്മിറ്റി വേണം സഭയിൽ ആഹാരം വിളമ്പാൻ. ആഹാരം വിളമ്പാനും കമ്മിറ്റി ഉണ്ടായിരുന്നു. പല സഭകളെക്കുറിച്ചും പ്രത്യേകിച്ച് ഈ വളരുന്ന കാലഘട്ടത്തിൽ പഠിക്കുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അസംബ്ലീസ് ഓഫ് ഗോഡിൽ സ്ത്രീകൾ ശുശ്രൂഷകന്മാരായി വരിക എന്നത് ആദ്യമായി ആരംഭിച്ചത് നവോമി ഡൗഡി എന്ന കർത്താവിൻ്റെ ദാസിയുടെ ചർച്ചിലാണ്, സിംഗപ്പൂരിൽ വെച്ച്. അവിടെ കുറേ ലേഡി പാസ്റ്റേഴ്സ് രംഗത്ത് വന്നു എന്നറിഞ്ഞതോടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ലോകവ്യാപകമായി ഇളകി. അത് പാടില്ല, അന്ന് വരെ അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കൂടെ അസംബ്ലീസ് ഗോഡിൻ്റെ ചിലവിൽ എന്നെ കൂടെ വിട്ടു. ചെന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. സിംഗപ്പൂരിൽ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇമ്മീഡിയറ്റ്ലി 7 ദിവസമാണെന്ന് തോന്നുന്നു അവർ റെസ്റ്റ് എടുക്കുന്ന പീരീഡ്. 8-ാമത്തെ ദിവസം അമ്മ കുഞ്ഞുമായി പള്ളി കാണും. അമ്മയുടെ പാപം ചെയ്തതൊന്നുമല്ല ഈ കുഞ്ഞ് ജനിച്ചത്. അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് ഒരാഴ്ചയിൽ കൂടുതൽ അവധിയുടെ ആവശ്യമില്ല. 8-ാമത്തെ ദിവസം പള്ളി വരാമെന്നാണ് അവർ പറയുന്നത്, ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ. പക്ഷേ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പള്ളിയിലിരുന്നാൽ ഈ പിള്ളേർ ശല്യം ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. അല്ലെങ്കിൽ അവരെ നോക്കാൻ മാതാപിതാക്കൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയാണ് ആ പാസ്റ്റേഴ്സിന് കൊടുത്തത്. ഞാൻ പോയി കണ്ടതാണ്. ഒരാഴ്ച മുതൽ 4 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ നഴ്സറി 1 ഒരിടത്തുണ്ടാക്കും. 4 ആഴ്ച മുതൽ 12 ആഴ്ചയാണെന്ന് തോന്നുന്നു പ്രായമുള്ള കുഞ്ഞുങ്ങളെ 2-ാമത്തെ നഴ്സറി. അങ്ങനെ ഒരു 4-5 നഴ്സറി കാണും. ഈ നഴ്സറികളിൽ ശുശ്രൂഷിക്കാനാണ് ഈ സ്ത്രീകളെ തിരഞ്ഞെടുത്തത്. അവരെ ലേഡി പാസ്റ്റേഴ്സ് എന്ന് വിളിച്ചിരുന്നു. കമ്മിറ്റി ചർച്ചിൽ തിരഞ്ഞെടുക്കുന്നതും ആഹാരം വിളമ്പാനാണ്. ആഹാരം വിളമ്പുന്നവരെ എൻ്റെ ഭാഷയിൽ കുക്കെന്ന് വിളിക്കും, പക്ഷെ ചരിത്രം പറയുന്നത് അവരെ ഡീക്കൻസ് എന്ന് വിളിച്ചിരുന്നു എന്നാണ്.
ഈ ഡീക്കൻസിൻ്റെ ജോലി എന്തുവാണ്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡീക്കൻസിൻ്റെ ജോലി എന്തുവാണ്? അവരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് അവരാഗ്രഹിക്കുന്ന ജോലി ചെയ്യിക്കുക. 7 പേരെ അവർ തിരഞ്ഞെടുത്തു. ഞാനിവിടെ എന്തെങ്കിലും പ്രാപിച്ചവരെ കൊണ്ട് മാത്രമേ ഒരു ആത്മീക ശുശ്രൂഷ കഴിയൂ. ഇന്ന് ഞാനിത് എടുത്തു പറയുവാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. പ്രത്യേക കാരണം, ദൈവത്തിങ്കിൽ നിന്ന് എന്തെങ്കിലും ഏറ്റുവാങ്ങിയവരെ കൊണ്ട് മാത്രമേ ഒരു ആത്മീക ശുശ്രൂഷ കഴിയൂ. ഇപ്പോൾ ദൈവത്തിങ്കിൽ നിന്നൊന്നും ഏറ്റുവാങ്ങിയിട്ടില്ല, ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യണമെന്നൊരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അദ്ദേഹത്തെ എന്തെങ്കിലും ഏൽപ്പിച്ചേ പറ്റൂ. മോസ്റ്റ് പ്രോബബ്ലി ബൈബിൾ സ്കൂളിൽ വിടും. കാര്യം പിന്നെ ദൈവത്തിങ്കിൽ നിന്ന് കിട്ടേണ്ടതൊന്നും കിട്ടിയില്ല. നമ്മളായി എന്തെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ബൈബിൾ സ്കൂളിലേക്ക് അല്ലാതെ മാർഗമില്ല. നിശ്ചയമായും വേദപുസ്തകത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളിനെ കൊണ്ട് ദൈവവേല ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ ദൈവത്തിങ്കിൽ നിന്ന് ഏറ്റുവാങ്ങുന്നവരെ ഒക്കെ ദൈവം കൃപ ഏൽപ്പിക്കുന്നതിന് മുന്നമേ അവർക്ക് പരിജ്ഞാനം ഉണ്ടോ എന്ന് ദൈവം തന്നെ തപ്പുന്ന പതിവാണ്. പത്രോസിന് അങ്ങനെ കിട്ടിയത്, പൗലോസിന് അങ്ങനെ കിട്ടിയത്. പൗലോസിന് നിശ്ചയമായും മതത്തിൻ്റെ പഠനം ഉണ്ടായിരുന്നു. എന്ന പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ അഭിഷേകം ചെയ്ത് ദൈവം അദ്ദേഹത്തെ അവരുടെ ബൈബിൾ സ്കൂൾ ക്വാളിഫിക്കേഷൻ കണ്ടല്ല, പകരം അവരെ ദൈവം ഏൽപ്പിച്ചത് അവർ ഏറ്റുവാങ്ങി എന്ന ആശയത്തിൽ പരിശുദ്ധാത്മാവിനെ പകരുകയായിരുന്നു. യേശു തന്നെ നേരിട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു. ഈ 7 പേരെ കൊണ്ടുവരുമ്പോൾ ഒരു 7 യോഗ്യതകൾ പറഞ്ഞു. 1, ആത്മനിറവുള്ളവരായിരിക്കണം. ഈ 7 പേരെ കൊണ്ടുവരുന്നവർ ആത്മനിറവുള്ളവരായിരിക്കണം. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ജാതികളിൽ നിന്നുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. അവരുടെ പ്രധാന ലക്ഷണങ്ങൾ ഇതാണ് പറഞ്ഞത്. 1, ആത്മാവുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവില്ലാത്തവരെ ഒന്നിനും കൊള്ളുകയില്ല. നിങ്ങളൊരു സഭയുടെ പുതുമയിലേക്ക് വരികയാണ്, ഒരു പുത്തൻ സഭ ഇന്നലെ അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്ത് വരികയാണ്. ഈ കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത ഒരാളിനെ പോലും ചർച്ചിലെ ഒരു വേലയിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പാടില്ല. ഇവിടെ ആഹാരം വിളമ്പാൻ ആത്മനിറവുള്ളവനെ വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ എല്ലാവരെയും ഓരോന്നിനു വേണ്ടി നിയമിക്കും. പരിശുദ്ധാത്മാഭിഷേകം അക്കാലത്ത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ ഞാനും എൻ്റെ കുടുംബവും അല്ലാതെ അധികം പേരില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ തന്നെ തറ തുടയ്ക്കുന്നത് മുതൽ കർക്കൂസ് കഴുകുന്നത് വരെ എല്ലാം ചെയ്യേണ്ടതായി വന്നു. പക്ഷേ അതുള്ളവരെ മാത്രമേ എടുക്കുകയുള്ളായിരുന്നു. അങ്ങനെ തുടങ്ങിയത് കൊണ്ടും സ്ട്രിക്റ്റ് ആയതുകൊണ്ടും ഇന്ന് കൃപയാൽ ആയിരങ്ങൾ അങ്ങനെയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചു തന്നു. നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നേ കൊള്ളാം. ആത്മനിറവുള്ളവർ. 2, നല്ല സാക്ഷ്യമുള്ളവർ. പൊതുലോകത്തിൻ്റെ ഇടയിൽ നല്ല സാക്ഷ്യമില്ലാത്ത ഒരാളിനെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഉള്ള ചർച്ചയുടെ നാറി ഇന്ന് നമ്മൾ ഏറെക്കുറെ ആത്മമണ്ഡലം അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിലേക്ക് മാറും. നല്ല സാക്ഷ്യമുള്ളവരുമായി വരെ തിരഞ്ഞെടുക്കണം, ഈ വേലയ്ക്ക് ആക്കിക്കോളാം. ഇങ്ങനെ അവരൊരു 7 പേരെ തിരഞ്ഞെടുത്തു. ഈ 7 പേരെ മുൻപിലേക്ക് കൊണ്ടുവന്നു. അവരുടെ പേരുകൾ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പെർഗമോസ്, നിക്കനോർ, തിമോൻ, പെർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യൻ നിക്കോലാവാസ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. 7 പേരെ. ഞാനിതിനകത്തൊരു 3 പേരുകൾ വ്യക്തമായി എടുക്കും, ബാക്കിയുള്ളത് എടുക്കത്തില്ല. ഒത്തിരി ഉപദേശ പശകും കാര്യങ്ങളുമൊക്കെ തൊട്ടു പറയാനിത് കാരണമാകും. അതുകൊണ്ടും കൂടെ ഞാൻ ഈ വിഷയം ഇവിടെ എടുക്കുന്ന ഒരു പുതിയ സഭയുടെ ആരംഭമായതുകൊണ്ട് ഇങ്ങനെ ഒരു 7 പേരെ തിരഞ്ഞെടുത്തു. ഇവരുടെ എല്ലാം ക്വാളിഫിക്കേഷൻ ഏറെക്കുറെ തുല്യമാണ്. ഇനിയും നോക്കിക്കോണേ, പൊതുസഭ അവർക്കുള്ളതെല്ലാം വിറ്റ് പൊതുവകയെ നേടി. ഇത് വേദപുസ്തകത്തിൻ്റെ ഉപദേശമല്ല, പക്ഷെ അന്നത്തെ ഒരു പരിചയമായിരുന്നു, അന്നത്തെ ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഒരു അടിസ്ഥാന ഉപദേശമായി മാറണമെങ്കിൽ 3 ഘടകങ്ങൾ ആ അടിസ്ഥാന ഉപദേശത്തിനുണ്ടായിരിക്കണം. 1, ദൈവത്തിങ്കിൽ നിന്നൊരു ടീച്ചിങ് വേണം. ദൈവം നേരിട്ടൊരു കാര്യം കൽപ്പിക്കാതെ എന്തെങ്കിലും സഭയിൽ വന്നുകൂടിയാൽ അത് അടിസ്ഥാന ഉപദേശമല്ല. അതിലൊന്നാണ് ഉള്ളതെല്ലാം വിറ്റ് പൊതുവകയെ നേടുക. അപ്പോസ്തലന്മാരിത് നിഷ്കർഷിച്ചു, പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിച്ചു, സഭ അത് ചെയ്തു, അംഗീകരിച്ചു. പക്ഷേ അതൊരടിസ്ഥാന ഉപദേശമല്ല. ഉള്ളതെല്ലാം വിറ്റ് പൊതുവകയായി എണ്ണുക എന്നത് അന്ന് പോലും പൂർണ്ണമായി നടന്നിട്ടില്ല. ഇന്നത് ഒരു സഭയും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ അതൊരടിസ്ഥാന ഉപദേശമല്ല. അതുപോലെ തന്നെ യേശുവിൻ്റെ കൊണ്ട് കൽപ്പിച്ച ഒരു കാര്യമുണ്ട്, വലത്തെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടിയെറിഞ്ഞ് കളയാം. പക്ഷെ ഒരു സഭയിൽ ഇന്നത് ചെയ്യാറില്ല. കാര്യം അത് അടിസ്ഥാന ഉപദേശമല്ല. 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. 1, യേശു കൽപ്പിച്ചിരിക്കണം, അല്ല ദൈവം കൽപ്പിച്ചിരിക്കണം. 2, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരിക്കണം. 3, 1-ാം നൂറ്റാണ്ടിലെ സഭ അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം.
ഈ 3 ഘടകങ്ങൾ ഒന്നിച്ചു വരുന്നത് മാത്രമേ അടിസ്ഥാന ഉപദേശമാകുന്നുള്ളൂ. ഉള്ളതെല്ലാം വിറ്റ് പൊതുവകായി എണ്ണുന്നത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, ആദിമസഭ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ അതൊരു ദൈവകൽപ്പനയല്ലാത്തതിനാൽ അതൊരു ഉപദേശമല്ല. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അതൊരു ഉപദേശമായിരുന്നു, അല്ലെങ്കിൽ ഒരു നടപടിക്രമമായിരുന്നു. ഉള്ളതെല്ലാം വിറ്റ് ആളുകൾ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഉള്ളതുകൊണ്ട് അവർ അന്യോന്യം എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 5000-ഓളം മെമ്പേഴ്സ് സഭയിലുള്ള ഒരു കാലമാണ്. 5000-ഓളം പേർക്ക് ഒരുമിച്ചാണ് വെച്ച് വിളമ്പുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. എല്ലാവരും വസ്തുക്കൾ വിറ്റിരുന്നില്ല. വിൽക്കേണ്ടവർക്ക് വിൽക്കുവാൻ അനുവാദമുണ്ട്, കൊടുക്കേണ്ട ഭാഗം കൊടുക്കുവാൻ അവർക്ക് അനുവാദമുണ്ട്. നിർബന്ധമായി ആരോടും ഒന്നും വാങ്ങിയിരുന്നില്ല. അനന്യാസും സഫീറയും അതിൻ്റെ ഉദാഹരണങ്ങളാണ്. നിർബന്ധമായി അവരോടും വാങ്ങിയില്ല. പത്രോസ് ചോദിച്ചത് ഇത്രയ്ക്കാണോ എന്ന് വിറ്റത്? പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചുകൊണ്ട് സഭയിൽ വന്ന് വ്യാജം പറഞ്ഞ് കൂടുതൽ തുകയ്ക്ക് വിറ്റിട്ട് കുറച്ച് തുക കൊണ്ട് ചർച്ചിൽ കൊടുത്താൽ അത് പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാപമാകയാൽ നീ ശിക്ഷിക്കപ്പെടും. ശിക്ഷ ചെറുതൊന്നുമല്ല, ചത്തു വീഴുക. ഞാൻ ഇത് പറഞ്ഞപ്പോഴേ ഒരു പ്രത്യേക സംഭവം ഓർക്കുന്നു. ഞാൻ ആളുകളുടെ വ്യക്തിത്വം പരിഗണിച്ച് പരസ്യമായി പേരൊന്നും അനൗൺസ് ചെയ്യുന്നില്ല. ഒരിക്കലൊരു മീറ്റിങ്ങിൽ ഒരു പെട്ടെന്നൊരു ഉപവാസ പ്രാർത്ഥന ഒരാൾ അനൗൺസ് ചെയ്തു. ഒരു ദൈവദാസൻ, എൻ്റെ കൂടെ ഒരു കൺവെൻഷൻ വന്ന ഒരു ദൈവദാസനാണ്, പെട്ടെന്ന് കയറിയച്ച് പറഞ്ഞ് ഈ സഭയ്ക്ക് ഉപവാസം തീരെ കുറവാണ്, ഈ സഭ ഉപവസിച്ചെങ്കിൽ മാത്രമേ നിങ്ങളൊന്നും നന്നാകത്തുള്ളൂ, അതുകൊണ്ട് ഈ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആരും വിളിക്കാതെ സ്റ്റേജിലോട്ട് ചാടിക്കേറി മൈക്കെടുത്ത് വിളിച്ചു പറഞ്ഞു. ചർച്ചിൻ്റെ സെക്രട്ടറി ഉടനെ പറഞ്ഞ് ഇരിയടാ അവിടെ, അവൻ എവിടുന്നാടാ വന്നത്, ഇറക്കി വിടറാന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രായമുള്ള അപ്പച്ചൻ, PP മാത്യു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നമ്മളീ പാടുന്ന നല്ല പാട്ടുകളുടെ അടിയിലും PPM എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. PP മാത്യു എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് എഴുതിയ അപ്പച്ചനാണ്. അപ്പച്ചൻ ഇന്ന് ജീവനോടെ ഇല്ല. അന്ന് അപ്പച്ചൻ ജീവനോടെ ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്ന ഒരു 85 വയസ്സ് അടുത്ത അപ്പച്ചന് പ്രായമുണ്ട്. അന്ന് ഞാൻ കാണുന്നത് ഇതൊരു 25 വർഷം മുമ്പാണ്. അപ്പച്ചൻ പെട്ടെന്ന് സ്റ്റേജിൽ കഴിച്ചു പറഞ്ഞു, അതൊരു നല്ല കാര്യമല്ലടാ അവൻ പറഞ്ഞത്, എല്ലാവരും ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ചർച്ചിൻ്റെ സെക്രട്ടറി പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ആ ചർച്ചിനകത്ത് സ്വന്തം ഒരു കാറുള്ളവനും എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിവുള്ളവനും അവരൊറ്റയാളെ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി സെക്രട്ടറി ആക്കിയത്. അദ്ദേഹവും ഭാര്യയും കൂടെ പിണങ്ങി ഇറങ്ങി കാറിൽ കയറി അവർ വീട്ടിൽ പോയി. ഇവിടെ സഭയൊക്കെ ഉപവസിക്കാൻ തുടങ്ങി. ഒരു കുറച്ച് നേരം അന്ന് ഈ മനുഷ്യൻ അനൗൺസ് ചെയ്ത് ഇങ്ങനെയാണ്, ഭക്ഷണം കഴിച്ചേച്ച് വന്നവർ ചുമ്മാ ജോയിൻ ചെയ്തോ ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കാതെ വന്നവർ ഇന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കരുത്, ഇവിടെ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായ ശേഷം മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞ് നിർബന്ധമായി പ്രാർത്ഥിക്കാൻ ഇരുത്തി. പോയ സെക്രട്ടറിയും ഭാര്യയും പോയി നിറച്ച് ചോറുണ്ടു. എല്ലാം കഴിഞ്ഞൊരു 11 മണിയോടുകൂടി അവർ തിരിച്ചു വന്നപ്പോഴെല്ലാവരും ഇരുന്ന് ആത്മാവിലായി ഏറെക്കുറെ ആരാധിക്കാൻ കഴിയുന്നുണ്ട്. ഇവർക്ക് അത്രയും അങ്ങോട്ട് പറ്റുന്നില്ല, പിണങ്ങി ഇങ്ങോട്ട് വരികയല്ലേ. അപ്പോൾ ആ സഹോദരി ഒരു പാ വലിച്ചിട്ട്, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഞാനവിടെ ഉണ്ട്, ഒരു പാ വലിച്ചിട്ട് ഒരു സൈഡിലോട്ടിട്ട് കാലും നീട്ടി ഭിത്തിയെ ചാരി ഒരു ഇരിപ്പിരുന്നു. അവരുടെ ഭർത്താവ് മറുവശത്ത് പുരുഷന്മാരുടെ സൈഡിൽ ഒരു കസേരയിലിരുന്നു. ഈ ഉപവാസം അനൗൺസ് ചെയ്ത പുള്ളിയാണ് ഒരു മഹാചൂടന. അദ്ദേഹം ഈ ഇരുന്ന സ്ത്രീയുടെ അടുത്തൂടെ നടന്നേച്ച് അരുതാത്ത ഒരു പദം പറഞ്ഞ, കാലൊന്ന് ചുരുട്ട്, എനിക്ക് അതുവഴി പോകേണ്ടതാണ്. ഭർത്താവിന് തീരെ അരിശം വന്നു. അദ്ദേഹം അവിടെ ഒന്ന് വിളിച്ചു ചോദിച്ചു, ആരുടെ കാലി ചുരുട്ടൻ പറഞ്ഞെന്ന് ചോദിച്ചു. PP മാത്യു അപ്പച്ചൻ എഴുന്നേറ്റു. എന്നൊരൊറ്റ പദം, വാലിവക്കാരും ഇവിടെ ഇല്ലടാ, ചുരുട്ടട അവളെ പായോടെ എടുത്ത് പുറത്തിടാന്ന്. അപ്പം നിർത്തി, ഞങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കേണ്ട അപ്പോസ്തലന്മാർ ഈ സൈഡിൽ നിന്ന് അവരുടെ മേൽ കൈവെക്കും. സഭ മുഴുവനും പിൻപിൽ എഴുന്നേറ്റ് നിന്ന് അവർക്ക് നേരെ കൈ ചൂണ്ടും, നീട്ടും. അങ്ങനെ വേണം നമ്മളൊക്കെ അഭിഷേകം ചെയ്യാൻ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള അഡ്വാൻറ്റേജസ് ചിലതും കൂടെ തൊട്ടേക്കാം. കാര്യം നിങ്ങളൊരു ആരംഭമായതുകൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യത്തിൻ്റെ ചില ഭാഗങ്ങളൂടെ പറയേണ്ടതുകൊണ്ട് ഇത് പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പരിശുദ്ധാത്മാവ് ഇത് അംഗീകരിച്ചു. 5000-ഓളം പേര് ഇവരുടെ നേരെ കൈ ചൂണ്ടി നിൽക്കുകയാണ്. പത്രോസ്, യോഹന്നാൻ മുതലായ ഒറിജിനൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ ഇവരുടെ മേൽ കൈവെക്കുകയാണ്. എനിക്ക് ഓർഡിനേഷൻ തരുമ്പോൾ എൻ്റെ മേൽ കൈവച്ചത് അസംബ്ലീസ് ബോർഡിൻ്റെ സൂപ്രണ്ടാണ്. അതല്ല പത്രോസും യോഹന്നാനും. അങ്ങനെ ആ ശുശ്രൂഷകന്മാർ നേരിട്ട് കൈവെക്കുകയാണ്. ശക്തിയേറിയ ദൈവസാന്നിധ്യം വെളിപ്പെടുകയാണ്. ഇവർ കൈവച്ചു. സഭ മുഴുവനും അവരുടെ നേരെ കൈ ഓങ്ങി പരിശുദ്ധാത്മാവ് അവരെ നിയമിച്ചു. ഞാൻ അനുഭവത്തിൽ നിന്ന് ചിലത് പറയുന്നത് നിങ്ങൾക്ക് വളരാൻ വേണ്ടിയാണ്.
ഏതാണ്ട് 10-40 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ശുശ്രൂഷ ആരംഭിച്ചു. ഈ പ്രമാണമൊക്കെ അനുസരിച്ച് കൈവെപ്പും കാര്യങ്ങളൊക്കെ നടത്തി ആരംഭ ദിവസങ്ങളിൽ തീരെ ആളുകൾ കുറവായിരുന്നെങ്കിലും ഈ വർഷം ഒരു അഭിഷേകത്തിന് വേണ്ടി താല്പര്യപ്പെട്ട് വരുന്നവരുടെ മേൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണമെന്നൊരു താല്പര്യമുണ്ടായി. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പം 1000 ശിഷ്ടം പേരുണ്ട്. കൈവെക്കാൻ അത്രയും ആരോഗ്യം എനിക്കില്ല. ഞാൻ ഉരുണ്ട് കളിച്ചാലും നടക്കത്തില്ല. അവസാനം ഞങ്ങളൊരു മെത്തേഡ് കണ്ടുപിടിച്ചു. പ്രാവശ്യം കൈവെപ്പ് വേണ്ട, അതിന് പകരം നമ്മുടെ പിതാക്കന്മാർ പണ്ടൊരിക്കൽ കൂനങ്കുരിശ് സത്യത്തിൽ ഒരു കയറെ പിടിച്ചെന്ന് പറയുന്നത് പോലെ ഒരു നീണ്ട കയറിടാൻ പറഞ്ഞു. ഒരു കയറിട്ടുകൊണ്ട് വേർപാടിലും വിശുദ്ധിയിലും ദൈവകൃപ സൂക്ഷിക്കുന്ന ആ ലെവലിലുള്ളവർ മാത്രം ആ കയറി പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കയറെ പിടിച്ചുകൊണ്ട് കയറിൻ്റെ ഒരറ്റത്ത് സഭാ കമ്മിറ്റി അല്ലെ ഞാനും ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ടാണ് ഇപ്രാവശ്യം അഭിഷേകത്തിന് വേണ്ടി വന്നവരെ പ്രാർത്ഥിച്ചു വിടാൻ കഴിഞ്ഞത്. ദൈവം വളർത്താൻ തീരുമാനിച്ചാൽ ദൈവം വളർത്തും, നിങ്ങളെയും വളർത്തും. ഈ ബിൽഡിങ്ങൊക്കെ തീരെ ചെറുതായി മാറും. കർത്താവ് ഒരു വലിയ അവസ്ഥയിലേക്ക് കൊണ്ടുപോട്ടെ. അന്ന് 5000-ഓളം പേർക്ക് ആഹാരം വിളമ്പാൻ വേണ്ടി ഈ 7 പേരെ അഭിഷേകം ചെയ്തു. 7 പേര് ചേർന്ന് 5000 പേർക്ക് വിളമ്പുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? വിളമ്പി പരിചയമുള്ളവർക്ക് അല്ലെങ്കിൽ വിളമ്പി കണ്ടിട്ടുള്ളവർക്കറിയാം അതത്ര എളുപ്പമല്ല. അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് പറ്റത്തുള്ളൂ, വേറൊന്നും ഒക്കത്തില്ല. ഇതിലെ ഒന്നാമത്തെ ആൾ സ്തേഫാനോസ് ആയിരുന്നു, രണ്ടാമത്തെ ആൾ ഫിലിപ്പോസ് ആയിരുന്നു, പിന്നെ ഒടുവിലത്തെ ആളിൻ്റെ പേര് മാത്രം പിന്നെ പറയാം. ഈ 2 പേര് ഈ കൂട്ടത്തിൽ പ്രയോജനപ്പെട്ടു. ഈ വിളമ്പാൻ നിന്ന 7 പേരുടെ മേലും ഒരുപോലെ ദൈവാത്മാവ് പ്രവർത്തിച്ചു. ഒരുപോലെ ഇവരുടെ മേൽ കൈവച്ചു. ഒരുപോലെ സഭ ഇവരെ അനുഗ്രഹിച്ചു. ഒരുപോലെ സഭ ഇവരെ അംഗീകരിച്ചു. ഈ ഒരുപോലെയാണ് വന്നതെങ്കിലും ആളുകൾ പല തട്ടിലേക്ക് മാറി. ചിലർ വളർന്നു, ചിലർ തളർന്നു. ഞാൻ ഇവിടെയോട്ടാണ് വരുന്നത്. ഇതിലൊന്നാമൻ സ്തേഫാനോസ് ആയിരുന്നു. സ്തേഫാനോസ് വളർന്നു. എവിടം വരെ വളർന്നെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാമത്തെ അധ്യായം തൻ്റെ ഒരു പ്രസംഗമാണ്. ഞാൻ ആ പ്രസംഗം ഒരു 10 പ്രാവശ്യമെങ്കിലും വായിച്ച് ഒന്ന് അപഗ്രഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിന് വിപരീതവുമായി വരാവുന്ന സകല ആർഗ്യുമെൻറ്റിൻ്റെയും ചുവടറുത്തുകൊണ്ട് അത് മഹാപുരോഹിതൻ പോലും ന്യായശാസ്ത്രി പോലും പുരോഹിതന്മാർ പോലും യഹൂദന്മാർ പോലും ജാതികൾ പോലും ചോദിക്കുവാൻ സാധ്യതയുള്ള സകല ചോദ്യത്തിൻ്റെയും മറുപടിയും അവരുടെ ആർഗ്യുമെൻറ്റിൻ്റെ ചുവടറുത്തും കൊണ്ട് അത്ര ഗംഭീരമായ ഒരു പ്രസംഗം തയ്യാറാക്കുവാൻ ആ സ്തേഫാനോസിന് എങ്ങനെ കഴിഞ്ഞത്? ഇവിടെ വിളമ്പുന്നതിന് തന്നെ സമയം വേണം. ഞാൻ സാധാരണ അതിങ്ങനെ പുട്ടപ്പ് ചെയ്യാറുള്ളത്, ഈ 7 പേരുടെ മേൽ കൈവച്ച് മാറ്റിയതോടെ ഇവരുടെ അപ്പോയിൻമെൻറ്റ്, കുക്കെന്നാണ് അവരെ വിളിക്കേണ്ടത്, കുക്ക്, 7 പേരെ കുക്കായി അല്ലെങ്കിൽ വെയിറ്ററായി 7 പേരെ അപ്പോയിൻ്റ് ചെയ്തു. 7 പേരുടെ നില തുല്യമാണ്. തീരത്താണ് ഒരു പോസ്റ്റാണ്, തീരത്താണതാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ സ്തേഫാനോസ് പഠിച്ചു കളഞ്ഞു. സ്തേഫാനോസ് യഹൂദനല്ല, മറക്കല്ല, സ്തേഫാനോസ് യഹൂദനല്ല, ജാതികളിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അത് സജസ്റ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ അറിവ്. യഹൂദനല്ല എന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സജസ്റ്റ് ചെയ്യുന്നു എന്നാണ് എൻ്റെ അറിവ്. താനങ്ങ് വളർന്നു. എങ്ങനെയായിരിക്കും താൻ വളർന്നത്? ഈ 5000 പേരെ ശുശ്രൂഷിക്കുമ്പോൾ 5000 പേരോട് വ്യക്തിപരമായി അദ്ദേഹം ഇടപെട്ടു. അതൊക്കെ എന്നെ ദൈവകൃപ, എനിക്കറിഞ്ഞുകൂടെ, എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മയും മറ്റും ആരോഗ്യവും പല കാര്യങ്ങൾ കണ്ടേക്കാം. ഈ സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. സ്പിരിറ്റ്ഫുൾ ബിസിനസ്മാൻ എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിളിക്കുന്നത്. ആത്മനിറവുള്ളവനായിരുന്നു. അതേ ആത്മാവിൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ് ചെയ്ത് ലാഭമുണ്ടാക്കി, തൻ്റേതൊന്നും വിറ്റതായിട്ട് അറിവില്ല, ജനത്തിന് ലാഭവീതം കൊടുത്തുകൊണ്ട് താൻ അവരെ ശുശ്രൂഷിക്കുകയാണ്. താൻ ഓരോരുത്തരെ ശുശ്രൂഷിക്കും. എൻ്റെ വ്യക്തിപരമായ ആശയം ഞാൻ പറയുക. ഒരാളിൻ്റെ മുഖമാകപ്പാടെ വാടിയിരിക്കുന്നത് കണ്ടെന്നിരിക്കട്ടെ. അദ്ദേഹത്തോട് ചെന്തു പറ്റി മുഖം വാടിയിരിക്കുന്നത്? അപ്പനെ കൊന്നു കാണാം, അമ്മ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ മക്കളിൽ ഒരാളില്ലായിരിക്കാം. എല്ലാം കൂടെ പീഡിപ്പിക്കപ്പെടുന്ന സഭയാണ്, ഒരുപാട് പീഡ അനുഭവിക്കുന്ന സഭയാണ്. ആളിൻ്റെ പ്രശ്നം പറഞ്ഞു, വേറൊരാൾ അവരുടെ പ്രശ്നം പറഞ്ഞു, ഇനി ഒരാൾ പറഞ്ഞ് എനിക്ക് കിട്ടുന്ന ചോദ്യങ്ങളുടെ മറുപടി പറയാൻ പറ്റുന്നില്ല, എനിക്ക് നല്ലവരെ കർത്താവിലേക്ക് നയിക്കണം, എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്, എനിക്ക് ക്രിസ്ത്യാനിത്വം തെളിയിക്കാൻ കഴിയുന്നില്ല. സ്തേഫാനോസ് മിച്ചമുള്ള സമയത്ത് ഇവർക്ക് കൊടുക്കുവാനുള്ള മറുപടി തയ്യാറാക്കിയതാകാം ഇത്രയും ഗൗരവമായ ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യാൻ തനിക്ക് കഴിഞ്ഞത്. വേറെ യാതൊരു കാര്യവും ഞാൻ കാണുന്നില്ല.
സ്തെഫാനോസ് ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് ചെയ്തു, പണമുണ്ടാക്കി, ലാഭവീതം കൊണ്ടുവന്നു, സഭയ്ക്ക് കൊടുത്തു, സഭയിൽ പ്രവർത്തിച്ചു. ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി മാറി. സകലരുടെയും സകല ആവശ്യങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന വലിയൊരാശയത്തിലേക്ക് ഇറങ്ങി. ഏതു മനുഷ്യൻ്റെ ആവശ്യത്തിനും സോൾവ് ചെയ്യാവുന്ന ഒരു ഉപദേശക്രമം അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെ കാഴ്ചവെച്ചു. ഇന്ന് പകൽ ആത്മലോകത്തിൽ പല വർഷമായിരിക്കുന്ന നമുക്ക് ഇന്നും സംശയങ്ങൾ നമ്മിലുണ്ടോ, അതോ സംശയ നിവാരണം വരുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ ചിലരെ എക്വിപ്പ് ചെയ്യുമോ? ഞാൻ ഇന്ന് ഒരു പ്രത്യേക ചോദ്യത്തിൻ്റെ മറുപടി തയ്യാറാക്കേണ്ടതായി വന്നു. നിശ്ചയമായി 1-2 ആശയങ്ങൾ ഞാൻ പ്രസംഗിച്ചതിന് ആധികാരികത കുറവാണെന്ന് പറഞ്ഞ് നിരൂപകന്മാർ നിരൂപിച്ചത് കൊണ്ടാണ് ചില ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടതായിട്ട് വന്നത്. ഞാനിങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ഒരു ആധികാരിക തപ്പുന്നതിന് മുന്നമേ പരിശുദ്ധാത്മാവിനെ നിയോഗിക്കുന്നോ എന്ന് ആദ്യം അന്വേഷിക്കും. ഒരാത്മീക വിവേചനത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരാത്മീക വിവേചനത്തിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കാം. ഞാനത് നിശ്ചയമായും പ്രസംഗിക്കും. ദൈവത്തിൻ്റെ കരുണയാൽ എല്ലാത്തിനും സപ്പോർട്ട് കിട്ടുകയും ചെയ്യും. വേണ്ട സകല വിഷയത്തിനും തെളിവുകളുണ്ട്. ആ തെളിവുകളൊക്കെ ഉള്ളതിനെ മാത്രമേ പരിശുദ്ധാത്മാവ് നയിക്കത്തുള്ളൂ. ദൈവവചനത്തിൽ നിന്ന് നന്മയും തിന്മയും തിരിച്ചറിയുവാൻ ഒരാത്മാവിൻ്റെ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഇന്ന് തൃക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. അതായിരുന്നു സ്തെഫാനോസിൻ്റെ ഒന്നാമത്തെ ഗുണം. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ തീരുമാനിച്ചു. കാര്യം, അദ്ദേഹം തർക്കിച്ച തർക്കത്തോട്, അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിനോട് അടുത്തു വരുവാൻ ഒരൊറ്റ യഹൂദനെ കൊണ്ടൊക്കാതെയായി. യഹൂദശാസ്ത്രികൾ ഒരുമിച്ച് ശ്രമിച്ചിട്ട് സ്തെഫാനോസിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒക്കുന്നില്ല. അവൻ്റെ ജ്ഞാനത്തോട് അടുക്കുവാൻ കഴിയുന്നില്ല. ജാതിയിൽ നിന്ന് വന്ന ഇവൻ, യഹൂദനായി മാറിയ ഇവൻ ഇപ്പോൾ ഈ ജാതികളിൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ട് ഡയറക്റ്റ് ജാതിയായി തുടർന്നുവെന്ന അർത്ഥമില്ല. യഹൂദ മതത്തിലേക്ക് ചേർന്നവനാകാം, അതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ആകാം അദ്ദേഹത്തിൻ്റെ ഒറിജിൻ. ഇവൻ്റെ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇവൻ്റെ കയ്യിലൂടെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും തുടങ്ങി. ഒരു കുക്കിനെ അത്ഭുതങ്ങൾ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, ഒരു കുക്കിൻ്റെ കയ്യിൽ വീര്യപ്രവൃത്തി കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ഇവൻ ദൈവത്തോട് ബന്ധപ്പെടുന്ന ബന്ധം കൊണ്ട് ഈ കൃപാവരങ്ങൾ ഇവനിൽ നിന്ന് തടയുവാൻ ദൈവത്തിനും കഴിയത്തില്ല. ഇവനിൽ വ്യാപരിച്ച ദൈവശക്തിയും അത്ഭുതവും കണ്ടു. ദേശം നടുങ്ങുമാറ് സ്തെഫാനോസിൻ്റെ കൈകൊണ്ട് അത്ഭുതങ്ങൾ നടന്നു. ദേശം വിറയ്ക്കുമാറ് സ്തെഫാനോസിൻ്റെ കൈകൊണ്ട് അടയാളങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ സഭാ വളർച്ചയെക്കുറിച്ച് വളരെ ബുദ്ധിമുട്ടി, എന്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പദം പറഞ്ഞു. നിൻ്റെ കൈകൊണ്ട്, ആ പറഞ്ഞ ആളിൻ്റെ കൈകൊണ്ട് ഒരു 5 ശവങ്ങളൊന്ന് ഉയർത്തെഴുന്നേറ്റ് കാണാമെങ്കിൽ നാളെ ചർച്ച് നിറച്ച ആളാവും. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞ്, ശവം ഉയർക്കുന്ന ചിന്തയൊന്നും എനിക്കില്ല, ഒരുത്തൻ്റെ പനി പുറത്ത് കിട്ടിയാൽ രണ്ടാമതൊരാളൂടെ വരും. എന്നെക്കൊണ്ട് ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് ഒരു പ്രധാനം. ഞാൻ 1-2 കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചോട്ടെ. എനിക്ക് തോന്നുന്നത് ഒരു അന്ത്യകാലത്തേക്ക് ആവശ്യമുള്ള, ഒരു സഭയ്ക്ക് ആവശ്യമുള്ള പല ഉപദേശങ്ങളും നിങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടത് കൊണ്ടാണ്. ചർച്ച് വളരുന്നത് ഞാൻ കണ്ടു, ഓരോരുത്തരെ ദൈവം ഉപയോഗിക്കുന്നത് കണ്ടു. നമ്മുടെ എക്സാമ്പിളായി, നമ്മുടെ മാതൃകകളായി ഉപയോഗിക്കുന്നത് നമ്മളെക്കാൾ ഉന്നതന്മാരെ ആണെങ്കിൽ എന്നും വളർന്നു വരാൻ നമുക്ക് കഴിയും. ഞാൻ കണ്ടു, പലതും ഞാൻ കണ്ടു. എൻ്റെ കൈ കൊണ്ട് നടന്ന അത്ഭുതങ്ങളിൽ പലതും കണ്ടവർ അവരുടെ കൈ കൊണ്ട് അതേ കാര്യം ചെയ്യാൻ തുടങ്ങി. അവർ സാറ്റിസ്ഫൈഡ് അല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് പോകണമെന്ന് അവർക്കൊരു താല്പര്യമുണ്ട്. അങ്ങനെയാണ് അനേകരും വളരുന്നത് ഞാൻ കണ്ടത്. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയട്ടെ. 1971 ന്യൂഡൽഹിയിൽ നടന്ന ഒരു വലിയ കൺവെൻഷനിൽ ഡോക്ടർ ക്രിസ്പാനോസ് എന്നൊരു മനുഷ്യൻ അമേരിക്കയിൽ നിന്നൊരു അമേരിക്കൻ മിഷണറി വരികയും അവിടുത്തെ രാംലീല ഗ്രൗണ്ടിൽ ഒരു കൺവെൻഷൻ നടത്തുകയും ചെയ്തു. ലോറികളിൽ നിറച്ച് വീൽ ചെയറുകൾ വാരിക്കൊണ്ടു പോകുന്നത് ഞാൻ കണ്ടു. നടക്കുവാൻ വയ്യാത്തത് കൊണ്ട് സ്ട്രക്ചറുകളും വടികളും ഉപയോഗിച്ച് നടക്കുന്നവർ ഒക്കെ അതെടുത്ത് എറിഞ്ഞേച്ച് നടന്നു പോകുന്നതും അവരുടെ വടികളും സ്ട്രക്ചറുകളും ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നതും ഞാൻ കണ്ടു. ഈ സമയത്ത് എനിക്കും അവിടെയുള്ള മലയാളികൾക്കും പരിചയമുള്ള ഉണക്കമീൻ വിൽക്കുന്ന ഒരു അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു. പാപ്പച്ചൻ എന്നായിരുന്നു പേര്. പാപ്പച്ചായന് ഉണക്കമീൻ വിൽക്കുന്ന ബിസിനസ് ആയിരുന്നതുകൊണ്ട് മലയാളികൾക്ക് മൊത്തം അദ്ദേഹത്തെ അറിയാമായിരുന്നു. അപ്പച്ചനും കാലിന് കേടുള്ള ആളാണ്. അതുകൊണ്ട് ഒരു കാല് ഒരു വടിയിലാക്കിയാണ് നടക്കുന്നത്. അപ്പച്ചൻ പല പ്രാവശ്യം നടന്നു നോക്കി കാല് നേരെയാകുന്നുണ്ടോ എന്ന്, വടി എറിയാൻ വേണ്ടിയാണ്, ഒരു വ്യത്യാസവും കാണുന്നില്ല. ആ സമയത്താണ് പാസ്റ്റർ MC എബ്രഹാം, അതിൻ്റെ കോർഡിനേറ്റേഴ്സിൽ ഒരാളാണ്,
അദ്ദേഹം അച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അച്ഛാ വടിയങ്ങെറിയച്ചാ ക്രിസ്പാനോസ് നിന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് ഈ വടി ഉപയോഗിക്കുന്നവർ എറിയൂ നടക്കൂ. ഇദ്ദേഹം ചെന്ന് പറഞ്ഞു. ഒരു ശകലം നേരം കഴിഞ്ഞപ്പോൾ ക്രിസ്പാനോസ് അവിടുന്ന് വളരെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ MC എബ്രഹാമിനെ വിളിക്കുന്നത്, അവൻ്റെ കയ്യിൽ നിന്ന് വടി പിടിച്ചു പറിക്ക്, അവനോട് നടക്കാൻ പറ. പിടിച്ചു പറിക്കാൻ MC എബ്രഹാമിനൊരു പേടി, ഇവൻ താഴെ പോയാലോ. എറിയാൻ അച്ചായന് മഹാവേടി, കാല് നേരെ ആയില്ലെങ്കിലോ. അന്ന് വടിയുമായി വന്നതിൽ വടിയാലി തിരിച്ചുപോയ ഒറ്റയാളപ്പം അച്ചായനാണ്. ബാക്കി മുഴുവൻ പേരും സൗഖ്യമായി. സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ ഈ ഉദാഹരണം പല പ്രാവശ്യം ബാംഗ്ലൂർ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക, വിശ്വാസത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഞങ്ങളുടെ ഒരു സഹോദരന് ഇത് കേട്ടങ്ങ് ഭയങ്കര വിശ്വാസമായി. അടുത്തൊരു ദിവസം ചർച്ചിലേക്ക് ഒരാൾ വടി കുത്തി വരുന്നത് കണ്ടപ്പോൾ നേരെ ചർച്ചിൻ്റെ വാതുക്കെ ചെന്ന് വടി പിടിച്ചു വാങ്ങിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ അദ്ദേഹം സൗഖ്യമായി അകത്ത് കയറുന്നത് ഞാൻ കണ്ടതാണ്. നമ്മുടെ വിശ്വാസം ഒന്ന് പ്രായോഗികമാക്കുവാൻ കഴിഞ്ഞാൽ പലതും നമ്മളെക്കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം അത്ഭുതം ചെയ്തത് മുഴുവനും നമ്മളെപ്പോലുള്ളവരെ കൊണ്ടാണ്. സ്തേഫാനോസിൻ്റെ കൈ കൊണ്ട് അത്ഭുതങ്ങൾ ആരംഭിച്ചു. ആ നാട് ഇളകുന്നത് പോലെ സ്തേഫാനോസിൻ്റെ കൈ കൊണ്ട് അത്ഭുതങ്ങൾ നടന്നു. ഒടുവിൽ പുരോഹിതന്മാരെല്ലാം കൂടെ ചേർന്ന് പിടിച്ചു. അവരോട് തർക്കിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തോടടുക്കുവാൻ ഒരു മനുഷ്യനെ കൊണ്ട് ഒക്കാതെ വന്നു. ഇതിനിടയ്ക്ക് ഒരു പ്രത്യേക ജനവിഭാഗം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അവരുടെ പേരെന്തുവായിരുന്നു? സ്തേഫാനോസ് ശക്തിയും കൃപയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു. ഒരു പ്രത്യേക വിഭാഗം സ്തേഫാനോസിൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തോട് തർക്കിച്ചു. അവരുടെ ആരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അവരോട് തർക്കിച്ചു എന്നിട്ടുണ്ട്. ആരെങ്കിലും കൈ കിട്ടിയത്? ഒരു പ്രത്യേക വിഭാഗക്കാർ. ലിബിത്തനർ, 9-ാമത്തെ വാക്യത്തിൽ ലിബർത്തീനർ. ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ഇത് കണ്ടുപിടിച്ചപ്പോഴാണ് പെർവെർട്ടഡ് സെക്സ് ലൈഫ്, ലൈംഗിക ജീവിതത്തിൽ വഴിപിഴച്ചവർ, അതിനും തകരാറില്ലെന്ന് പറയുന്നവർ. ഇങ്ങനെ ഒരു കൂട്ടർ വരെ തർക്കിക്കാൻ വന്ന് ആരെല്ലാം തർക്കിക്കാൻ വരുന്നതെന്ന് അറിയാമോ? പൊളിഞ്ഞവനും തകർന്നവനും തല്ലിപ്പൊളിയും എല്ലാം തർക്കിക്കാൻ വരിക. ഇവർ വന്ന് ലിബർത്തീനർ എന്ന പള്ളിക്കാർ വന്ന് സ്തേഫാനോസിനോട് തർക്കിച്ചു. പക്ഷെ തന്നിൽ വ്യാപരിച്ച ദൈവിക ജ്ഞാനത്തോട് എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിയാഞ്ഞതിനാൽ അവരും കൂടെ ദൈവത്തെ അറിയത്തക്കവണ്ണം സ്തേഫാനോസിനെ ദൈവം ഉപയോഗിച്ചു. ആ സ്തേഫാനോസ് ലോകപ്രസിദ്ധ പ്രസംഗകനായി മാറി. അപ്പോസ്തലപ്രവൃത്തി 7-ന്റെ പ്രസംഗം ലോകപ്രസിദ്ധമാണ്. തന്നെ കൊന്നുകളയല്ലാതെ നിവൃത്തിയില്ല എന്നവർ തീരുമാനിച്ചു. അങ്ങനെ സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ വേദനയില്ലാത്ത മരണത്തിന് സ്തേഫാനോസ് സാക്ഷിയായി. സ്തേഫാനോസിന് വേദനയില്ലാത്ത മരണം ഒറ്റ എണ്ണം മാത്രമേ ബൈബിളിൽ ഇത്ര വ്യക്തമായി പറയാൻ ഒക്കത്തുള്ളൂ. കല്ലെടുത്തെറിഞ്ഞിട്ടും വേദനയില്ലാത്ത ഏതാണ്ടൊരു പ്രത്യേകത തന്നിലേക്ക് വ്യാപരിച്ചു. തൻ്റെ അകത്ത് ഒരു പുതുബലം വ്യാപരിച്ചു. ഒരു പുതിയ കൃപാവരം തന്നെ തൊട്ടു. കല്ലെടുത്തെറിഞ്ഞിട്ടും തനിക്ക് വേദനയില്ല. ആളുകളുടെ ഏറ് തൻ നോക്കുന്നില്ല, ഏറിലേക്ക് തൻ തിരിയുന്നില്ല, തൻ സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. ഒരു പുത്തൻ വെളിപ്പാടും കൂടെ കണ്ടു. അന്ന് വരെ കിട്ടിയ സകല വേദപുസ്തക പ്രമാണങ്ങളും അനുസരിച്ച് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനാണ് യേശു. പക്ഷെ സ്തേഫാനോസിനൊരു പുത്തൻ കാഴ്ചപ്പാട് കിട്ടി. പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക തന്നെയല്ല, ആവശ്യം വരുമ്പോൾ എഴുന്നേൽക്കുകയും കൂടെ ചെയ്യുന്നവനാണ് യേശു. അദ്ദേഹം ഒട്ടും വ്യത്യാസമില്ലാതെ വെളിപ്പാട് പരസ്യമായി വിളിച്ചു പറഞ്ഞു, ഇതാ ഞാനൊരു പുത്തൻ വെളിപ്പാട് കാണുന്നു, ഇതുവരെ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതാണ്. യേശു എഴുന്നേറ്റ് നിൽക്കുന്നു. എടാ, നീ ചാകാൻ നേരമാണ്, കല്ലെറിഞ്ഞ് നിന്നെ കൊല്ലുകയാണ്, എവിടെയെങ്കിലും അലച്ചു വിളിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണോ, അതോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുത്തൻ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണോ നിന്റെ ജോലി? അദ്ദേഹം പറഞ്ഞ് ചാകുന്നത് വരെ ദൈവം ഏൽപ്പിക്കുന്ന പറയാനാണ് എന്നെ അഭിഷേകം ചെയ്തത്. ഈ പുള്ളി വെറും കുക്കാണേ, മറക്കല്ല, ഈ പുള്ളി വെറും കുക്ക അല്ലെങ്കിൽ വെയിറ്ററാ. ആ മനുഷ്യനെ ദൈവം ഉപയോഗിക്കുകയാണ്. കല്ലെറിഞ്ഞു കൊന്നു. ഒരു പുത്തൻ വെളിപ്പാടോടുകൂടെ വേദനയില്ലാത്തവനായി ആ മനുഷ്യൻ മരിച്ചു, തീർന്നു. സ്തേഫാനോസ് തീർന്നു. പക്ഷേ സഭയ്ക്ക് അതൊരു മുതൽക്കൂട്ടായി മാറി. ഇതായിരുന്നു സ്തേഫാനോസിൻ്റെ ജീവിത രീതി. എവിടുന്നാണ് തുടങ്ങിയത്? 7 പേർക്ക് ലഭിച്ചതിൽ ഒരു തുല്യ അവസരം അദ്ദേഹത്തിന് ലഭിച്ചതിനെ പ്രസംഗത്തിൽ, അത്ഭുതങ്ങളിൽ, വീര്യപ്രവൃത്തികളിൽ, പുതിയ വെളിപ്പാടുകളുടെ പ്രഖ്യാപനത്തിൽ എല്ലാം ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു.
രണ്ടാമത്തെ ആളാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസിനെ കുറിച്ചും താൻ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. ചരിത്രം പറയുന്നത് താൻ ധനികനായ ഒരു മനുഷ്യനായിരുന്നു. വേദപുസ്തകത്തിൽ പോലും സൂചനകളുണ്ട്. തൻ്റെ വീട്ടിലൊരു സഭയുണ്ടായിരുന്നു. ഒരു സഭായോഗം നടത്താൻ തനിക്ക് കഴിയുമായിരുന്നു. ഒരു സഭായോഗം എന്നൊക്കെ പറഞ്ഞാൽ തീരെ ചെറുതാന്ന് കരുതരുത്. 5000 പേര് അന്ന് പള്ളിയിലുള്ളത്, അവിടുത്തെ മെയിൻ ഗ്രൂപ്പിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനടുത്തെവിടെയാണ് ഇദ്ദേഹം താമസിക്കുന്നത്. നല്ല ആൾക്കൂട്ടമുണ്ട്, ആളുകൾക്ക് ഒന്ന് കൂടാനുള്ള സൗകര്യമുണ്ട്. യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ വരുമ്പോൾ താമസിക്കുന്നത് ഫിലിപ്പോസിൻ്റെ വീട്ടിലായിരുന്നു. അതിനുള്ള വലിപ്പമുണ്ട് വീടിന്. സഭയോഗം നടത്താനുള്ള വലിപ്പമുണ്ട്. പ്രവചിക്കുന്നവരായ 4 പെൺകുട്ടികൾ അവിടെയുണ്ട്. അവരുടെ സാക്ഷ്യം സൂക്ഷിച്ച് ആ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ച് വളർത്തുന്ന കടമ, തൻ്റെ വീടിൻ്റെ കടമ തനിക്കുണ്ട്. ഇതെല്ലാം നിർവഹിക്കുകയാണ്. ഇവൻ്റെ മേലുള്ള അഭിഷേകം എന്താ? കുക്കിൻ്റെ അഭിഷേകമാണ്. പക്ഷെ കുറച്ച് നാൾ ഈ കുക്ക് അഭിഷേകത്തിനകത്തായി കഴിഞ്ഞതോടെ ഇദ്ദേഹം ഒന്ന് വളർന്നു. പിന്നത്തേതിൽ സുവിശേഷകൻ എന്ന് പേരായി. 7 ഒരു സുവിശേഷകനായി ഫിലിപ്പോസ് മാറി. ഫിലിപ്പോസിലൂടെ നടന്ന അത്ഭുതങ്ങൾ മന്ത്രവാദികളെ വിറപ്പിക്കുന്നതായിരുന്നു. ഓരോരുത്തരുടെ മേൽ ഓരോ കൃപാവരമാണ്. പൗലൂസിൻ്റെ ഉത്തരീയങ്ങൾ കൊണ്ടിട്ട് രോഗികൾ സൗഖ്യമായി. പത്രോസിന് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷയായി പൗലൂസിനും ഉണ്ടായിരുന്നു. വ്യത്യസ്ത ശുശ്രൂഷകൾ പലരിലേക്കും വ്യാപരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ അന്ന് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പെടാത്തവരും അവരുടെ കൈവപ്പുമായി കുക്കായി ജോലി ചെയ്ത ഈ മനുഷ്യരിലേക്ക് വ്യാപരിച്ച ദൈവകൃപയുടെ വലിപ്പമായിരുന്നു മന്ത്രവാദികൾ വിറയ്ക്കുന്നത്. എനിക്ക് ചർച്ചിൽ ഇന്നും ഒരു മന്ത്രവാദി ആയിരുന്ന സഹോദരനുണ്ട്. പേര് പറയുന്നത് നല്ലതല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞു, കുറേ മന്ത്രവാദ പുസ്തകങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. നമ്മൾ ബൈബിൾ സ്കൂൾ നടത്തുന്നത് പോലെ അവരുടെ ഇടയിൽ ജ്യോതിഷം പഠിപ്പിക്കുവാനും മന്ത്രവാദം പഠിപ്പിക്കുവാനും സ്കൂളുകളുണ്ട്. നമ്മൾ MDHും BDയും കൊടുക്കുന്നത് പോലെ അവരും സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രികൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ കെട്ടും മട്ടും പലതും അവർക്ക് കൊടുക്കാനുണ്ട്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതെല്ലാം കൂടെ ഒന്ന് ചുടണമെന്ന് എനിക്കൊരു താല്പര്യം. കാര്യം ഞാനൊന്ന് മാനസാന്തരപ്പെട്ടു, കർത്താവിനെ അനുസരിച്ചത് കൊണ്ട്. അദ്ദേഹം അങ്ങനെ വരാനൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവ ചർച്ച എവിടെയോ അദ്ദേഹം ഒന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചർച്ചിൽ എന്നും കാണുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തൻ്റെ ചെറുപ്പത്തിൽ ഈ ജ്യോത്സ്യവും മറ്റുമൊക്കെ പഠിച്ച ശേഷം തൻ്റെ തൻ്റെ ജന്മനക്ഷത്രവും അതിൻ്റെ കണക്കുകളുമൊക്കെ നോക്കിയിട്ട് ഇന്ന വയസ്സിൽ മരിക്കും, എനിക്ക് തോന്നുന്നൊരു 50 അടുത്താണ് അദ്ദേഹം മരിക്കും എന്ന് കണ്ടു. ഇന്ന ശത്രുത്വമാണ് തനിക്കെതിരെ ഉള്ളത്, ഇന്ന ശക്തികളാണ് എന്നെല്ലാം താൻ കണ്ടു. ഇതിനെല്ലാം ഒരു പരിഹാരം കാണേണ്ടതിനും കൂടെയാണ് താൻ തന്നെ ജ്യോത്സ്യം പഠിച്ചത്. ജ്യോത്സ്യമൊക്കെ പഠിച്ച് ഒത്തിരി ഡിഗ്രിയുമായി അവസാനം താൻ തന്നെ പരിശ്രമിച്ചിട്ട് ഇത് മാറ്റാൻ യാതൊരു മാർഗവുമില്ല. കാര്യം ഒരു ദേവതയെ പ്രസാദിപ്പിക്കുമ്പോൾ വേറൊരു ദേവത ഇടയ്ക്ക് കയറി ഇങ്ങോട്ട് തിരിയും. ഇങ്ങനെയൊക്കെ പ്രശ്നമായി അവസാനം അദ്ദേഹത്തിന് സ്വയം മനസ്സിലായി തൻ്റെ എന്തോ ജന്മചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതും അതുതന്നെയാണ്. ഇന്നയാണ്ട് ഇന്ന മാസം ഇത്രാം തീയതിക്കും അതേ മാസം ഇത്രാം തീയതിക്കും ഇടയിൽ ഒരു 10 ദിവസത്തിൻ്റെ ഗ്യാപ്പുണ്ട്. ഇതിനിടയിൽ ഒരു ദിവസം പെട്ടെന്ന് കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടും, ആൾ മരിക്കും. ഇതാണ് എഴുതിയത്. രണ്ടായാലും ഭയം അദ്ദേഹത്തിൻ്റെ ഒരു വശത്തൂടുണ്ട്. അന്ന് ഒരു ദൈവഭക്തൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നീ ചാകുകയില്ല, ഞാൻ ഏറ്റു, ഒന്ന് പ്രാർത്ഥിക്കാം, എൻ്റെ ഒരു പ്രാർത്ഥനയുടെ മുമ്പിൽ നിൻ്റെ സകല ശക്തികളും മാറുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ എന്നാലും ഹോസ്പിറ്റൽ അഡ്മിറ്റായി. ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ എന്നെ വിളിക്കാൻ ആരാണ്ടോട് പറഞ്ഞു. ഞാനങ്ങനെ വിളിക്കുന്നിടത്തെല്ലാം പോകാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ ഒക്കത്തില്ലെങ്കിലും അന്ന് എന്തുകൊണ്ടോ എനിക്ക് പോകാൻ സാധിച്ചു. MS രാമയ്യ കോളേജിൻ്റെ ICUയിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്ത ശേഷം ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാനിവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ രക്ഷിക്കപ്പെട്ടതാണ് അന്ന്, അതുകൊണ്ടാണ് പോകാൻ സാധിച്ചത്. അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ പറഞ്ഞു. ഒരു ICUയിൽ കയറി ഒരു ബെഡിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ വേറൊരു കാര്യം ഇപ്പോൾ പറഞ്ഞേക്കാം, വളരേണ്ട സഭയല്ലേ, ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കട്ടെ. ഒരു ICUയിൽ കയറി ഒരു ബെഡിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഡോക്ടർ അവിടെ നിന്നയാളും 2-3 നേഴ്സസ് അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഒരു 2 മിനിറ്റ് എനിക്കിത്, അത് കഴിയുമ്പോൾ ഞാൻ വെളിയിൽ പോയിക്കോളാം, ഞാൻ ഇവിടെ നിന്നൊന്ന് എടുത്തുകൊണ്ട് പോകത്തില്ല, ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആ 2 മിനിറ്റ് കൊണ്ട് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചേച്ച് എഴുന്നേറ്റു. ICUവിൻ്റെ ബെഡ് കിളന്നതാണ്. പെട്ടെന്ന് എഴുന്നേറ്റേച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈ വെച്ച് വെച്ച് പറഞ്ഞു, ഞങ്ങളെ കർത്താവിങ്കിൽ നിന്നൊരു സൗഖ്യം ഇതാ പിടിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം സംസാരിക്കത്തില്ല, സംസാരിക്കുന്ന ലെവലിന് താഴെയാണ്. പക്ഷേ അരമണിക്കൂറിനകം തന്നെ എഴുന്നേറ്റേച്ച് പറഞ്ഞു, എനിക്ക് സംഭവിച്ചത് ഞാനീ പറഞ്ഞ ദേവതകളിൽ പലതിനെയും ഞാൻ മുൻപിൽ കണ്ടു.
എൻ്റെ കണ്ണുകളുടെ കാഴ്ച വ്യത്യാസമായി. എനിക്ക് 2 കണ്ണുകൊണ്ട് 2 കാര്യങ്ങളാണ് കാണുന്നത് ഒന്നല്ല, 2ആയിട്ട് ഞാൻ കാണാൻ തുടങ്ങി. അതിനെ തുടർന്ന് എൻ്റെ ദൃഷ്ടി പൂർണ്ണമായി മറഞ്ഞു. ഒന്നും കാണാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് താങ്കൾ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പം 10-18 വർഷമായി. അദ്ദേഹം ഇന്നും ചർച്ചിൻ്റെ മെമ്പറാണ്. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ ഘടകങ്ങൾ ചുട്ടുകളയാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടത്. കൊണ്ട് ചുട്ടുകളഞ്ഞു. എന്തും വേണ്ടു എണ്ണം, പുസ്തകങ്ങൾ എത്ര. ഫിലിപ്പോസിലേക്ക് ഒരു പ്രത്യേക ശക്തി കയറി. മന്ത്രവാദ ശക്തികൾക്കെതിരെ ഒരു ജയം തൻ്റെ മേൽ വിധിക്കപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും മേൽ ഇത് വരുമോ? ഇതിനു വേണ്ടിയായിരുന്നോ ഇദ്ദേഹത്തിൻ്റെ അഭിഷേകം? ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് കുക്കായിരിക്കാനായിട്ടല്ലേ? നല്ലൊരു കുക്കായി കാണും, ഒരു വെയിറ്ററായിരിക്കാനല്ലേ? ഒരു നല്ല വെയിറ്ററായി കാണും. പക്ഷേ അവനവൻ ദൈവത്തിന് വില മുടക്കി ദൈവം മുമ്പിൽ വേല ചെയ്യുമ്പോൾ കർത്താവ് ഏൽപ്പിക്കുന്ന പ്രത്യേകതകൾ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നു. ഞാൻ പറഞ്ഞൊരു പ്രത്യേക കാര്യം കൂടെ പറയാനുണ്ട്. ഇന്ന് ഞാൻ ഈ റൂമിനകത്തിരിക്കുമ്പോൾ എനിക്ക് ഒരു SMS വന്നു, ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു, ഒരു പിക്ചറൊക്കെ ഉൾപ്പെടെയാണ്. മെയ് മാസം 27-ാം തീയതി, ഈ നേരെ കഴിഞ്ഞ മെയ് മാസം, നമ്മൾ ഓഗസ്റ്റ് കയറി, ഈ കഴിഞ്ഞ മെയ് മാസം 27-ാം തീയതി റീന എന്ന പേരിൽ ഒരു സഹോദരി, ബാംഗ്ലൂരിലെ നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷനിൽ വരുന്ന ഒരാളാണ്, പെട്ടെന്ന് രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. തൻ മരണത്തോടടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി 10 മിനിറ്റിന് താഴെ ഉള്ളൂ, അതുകൊണ്ട് എളുപ്പം വെൻറ്റിലേറ്ററിലോട്ട് കയറ്റണം. ഈ 10 മിനിറ്റിനകം വെൻറ്റിലേറ്ററിൽ പോയിട്ടില്ലെങ്കിൽ ഹാർട്ട് നിന്നു, ഇനി മുന്നോട്ടില്ല. വെൻറ്റിലേറ്ററിലോട്ട് കയറ്റി. വെൻറ്റിലേറ്ററിൽ റീഡിങ്ങുകൾ കാണാം. തൻ്റെ റീഡിങ് താഴോട്ട് പോവുകയാണ്. അവരുടെ ഭർത്താവ് പെട്ടെന്ന്, പേര് ഞാൻ ഓർക്കുന്നില്ല, റീന എന്നാണ് ഭാര്യയുടെ പേര്, എൻ്റെ മൊബൈലിലുണ്ട്. ഭർത്താവ് പെട്ടെന്ന് ഞങ്ങളുടെ ഇളയ മോനെ വിളിച്ചു. അദ്ദേഹമാണ് ഇംഗ്ലീഷ് സെക്ഷൻ്റെ ചുമതല നോക്കുന്നത്. അവനോട് പറഞ്ഞു, റീന പോകുകയാണ്, ഒന്ന് എളുപ്പം പിടിച്ചു നിർത്തണം. പറഞ്ഞ വാചകം ഇതാ, റീന പോകുകയാണ്, ഒന്ന് എളുപ്പം പിടിച്ചു നിർത്തണം. അവനൊരു വാചകം ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു, റീനയെ കൊണ്ടുപോകുന്ന ശക്തിയോട് യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു, നിനക്ക് പോകാം, റീന മടങ്ങി വരട്ടെ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. റീന ഈ സമയത്ത് കാണുന്നത് ശരീരത്തിൽ നിന്ന് വേർവിട്ടു. താൻ അധോലോകത്തേക്ക് എവിടെയോ പോകുകയാണ്. ഒരു 3-4 പേര് ചേർന്ന് റീനയെ പിടിച്ചു കെട്ടി. 3-4 പൈശാചിക ശക്തികൾ ചേർന്ന് റീനയെ പിടിച്ചു കെട്ടി ബലമായി വലിച്ച് അധോലോകത്തിൽ എവിടേക്കോ കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് റീന കാണുന്നത്. റീനയെ ശക്തിയിലൊടിച്ചാൻ ആരാണെന്ന് നിനക്കറിയാമോ? മറുപടിയില്ല. ഞാനൊരു ദൈവപൈതലാണെന്നറിയാമോ? ഞാനൊരു ദൈവപൈതലാണെന്നറിയാമോ എന്ന് ചോദിക്കുന്ന മാത്രയിൽ അവൾ പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ഒരു കൈ, ആണിപ്പഴുതുള്ള കൈ താഴേക്ക് ഇറങ്ങി വരുന്നതും ഈ ശക്തികൾ എന്നെ വിടുന്നതും ഞാൻ കണ്ടു. 2 കൈകൾ കൊണ്ടും എന്നെ പൊക്കിയെടുത്ത്, ഞാൻ നിന്നെ സൗഖ്യമാക്കണം. ക്യാൻസർ കൊണ്ടാണ് ഇവൾ മരിച്ചത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുകയാണ്, നീ ഇപ്പോൾ മരിക്കയില്ല, ഈ സാക്ഷ്യം പലരോടും പറയണം എന്ന് ആവശ്യപ്പെട്ട് തന്നെ പൊക്കിക്കൊണ്ടുവന്നു. 10 മിനിറ്റിനകം റീനയ്ക്ക് ബോധം വീണു. റീന പറഞ്ഞു, ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷേ എഴുന്നേക്കാൻ ഒക്കത്തില്ല. അന്നേരത്തും വെൻറ്റിലേറ്ററിൽ തന്നെ കിടക്കുകയാണ്. ഇതാണ് എനിക്ക് സംഭവിച്ചത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. മെയ് മാസം 27-ാം തീയതി നടന്ന ചരിത്രമാണ്. റീന പല പ്രാവശ്യം കൊളാപ്സ് ചെയ്തു എന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു, റീനെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി കാണാം, കാര്യം ഇവൾ എത്ര മിനിറ്റ് കിടക്കുമെന്ന് ആർക്കും അറിഞ്ഞു. ഇവിടെ തീർന്നു. ചികിത്സ യാതൊന്നുമില്ല. ഓക്സിജൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു ചികിത്സയുമില്ല. ഫുഡ് കൊടുക്കുന്നുണ്ട്, ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. റീനയ്ക്ക് ആർക്കും കാണാം, എന്തും ചെയ്യാം. എനിക്കൊന്ന് 2 ദിവസത്തേക്ക് മുമ്പേ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ പോയി. ഞാനും റീനയുടെ അടുക്ക ചെന്ന് വെച്ച് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം തന്നെ എൻ്റെ പേർക്ക് ഒരു പിക്ചർ അയച്ചിട്ടുണ്ട്. റീനെ ഒരു വീൽ ചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ട് ICUവിന് വെളിയിൽ കൊണ്ടുപോകും. ഞാൻ ഇന്ന് കണ്ടേച്ചാ പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിരുന്ന ശേഷമാണ് ആ മെസ്സേജ് എനിക്ക് വരുന്നത്. റീനെ ഒരു വീൽ ചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ട് പോകുന്നു ICUവിൽ നിന്ന്. അദ്ദേഹം എഴുതി, മേജർ വെൻറ്റിലേറ്ററിൽ നിന്ന് ഒരു ഓക്സിജൻ സപ്പോർട്ടിലേക്ക് മാറ്റണം. പക്ഷേ പാസ്റ്ററെ, ഒരു സപ്പോർട്ടും ഇല്ലാതെ എൻ്റെ റീന ഈ ഹോസ്പിറ്റലിൽ നിന്ന് നടങ്ങിറങ്ങി വരുന്ന പിക്ചറാണ് എനിക്ക് ആവശ്യം. അടുത്ത് ഞാൻ അയക്കുന്ന അതായിരിക്കും. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്ന ചിലരുണ്ടോ? നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു അഭിഷേകം ഉണ്ടാവും. ഒരു കുക്കിൻ്റെ അഭിഷേകമായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. അതിനുവേണ്ടിയായിരിക്കും സഭ നിങ്ങളുടെ മേൽ കൈവച്ചത്. അതിൻ്റെ അർത്ഥം കുക്കായി നിങ്ങളെ ഒതുക്കാനല്ല കൈവപ്പ്, അവിടെ ഒന്ന് തുടങ്ങാനാണ് കൈവപ്പ്. പലരെയും ഒതുക്കുന്നതാണ് അഭിഷേകമെന്ന് പലർക്കും ചിന്തയുണ്ടെങ്കിൽ നോ, നിങ്ങളുടെ തുടക്കത്തിന് വേണ്ടിയാണ് തൻ്റെ ഫിലിപ്പോസിനെ ദൈവം വളർത്താൻ തുടങ്ങി.
ഫിലിപ്പോസിൻ്റെ പെൺമക്കൾ വളരാൻ തുടങ്ങി. ഫിലിപ്പോസിൽ വ്യാപരിച്ച് അഭിഷേകം കുടുംബത്തിലേക്ക് വ്യാപരിച്ചു. അവർ കുടുംബമായി ദൈവത്തെ സേവിക്കാൻ തുടങ്ങി. വീട്ടിൽ വെച്ച് സഭായോഗം ആരംഭിച്ചു. തുടർന്ന് യെരുശലേമിൽ നിന്ന് അപ്പോസ്തലന്മാർ വരുന്നവർ, പൗലോസ് ഉൾപ്പെടെ അപ്പോസ്തലന്മാർ വരുന്നവർ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ താമസിക്കുകയും അവിടുത്തെ സഭായോഗങ്ങളിൽ പങ്കെടുക്കുകയും പ്രവാചകന്മാരുമായി കൂടിക്കാഴ്ച വേണ്ടപ്പോൾ ആ ഭവനത്തിൽ വെച്ച് പ്രവാചകന്മാരുമായി പ്രാർത്ഥിക്കുവാൻ ജനത്തിന് അവസരം ലഭിക്കുകയും ചെയ്ത ഒരു വളർച്ച ഇന്ന് ചിലരിലേക്ക് പകരുമോ? തലേ കൈവച്ചത് കൂക്കാകാനാ? തലേ കൈവച്ചത് കേവലം ചെറുതിനാ? ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനും അവിടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യൻ അതുവഴി വന്നത്. കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഫിലിപ്പോസേ, തൽക്കാലത്തേക്ക് നീ ചർച്ച ശുശ്രൂഷ വിട്ടേച്ച് ആ ഒറ്റപ്പെട്ടവൻ്റെ പുറകെ ഒന്ന് പോകണം. ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് ഗൗരവമായി എടുത്തോട്ടെ. കർത്താവേ, ഈ ഫിലിപ്പോസിനെ തന്നെ വിടണമെന്നുണ്ടോ? ശമരിയിൽ സുവിശേഷം പറയുകയല്ലേ? ഭയങ്കര ഗൗരവമുള്ള ക്രൗഡ് തനിക്കില്ലേ? തൻ്റെ വീട്ടിലൊരു സഭയില്ലേ? പെൺകുട്ടികളുടെ ചുമതല നോക്കേണ്ടതല്ലേ? ഡിസിപ്ലിൻ നോക്കേണ്ടതല്ലേ? ഈ സാഹചര്യത്തിൽ ഇവനെ ഉള്ള ഭൂമി വേറെ ആരും ഇല്ലയോ? കർത്താവിന് പറയാനുണ്ട്, ഈ എത്യോപ്യക്കാരൻ ഷണ്ണൻ ഇനി ഇതുവഴി വരുമെന്ന് തോന്നുന്നില്ല. അവൻ ഇതുവഴി പോവുക. അവൻ്റെ അകത്തേക്കിടുന്ന വിത്ത് കറക്റ്റായിട്ടിട്ടില്ലെങ്കിൽ, അവൻ്റെ അകത്തേക്ക് വീഴുന്ന സുവിശേഷത്തിൻ്റെ വിത്ത് കറക്റ്റ് അല്ലെങ്കിൽ അവൻ പൂർണ്ണമായി തെറ്റുവാൻ സാധ്യതയുണ്ട്. അതൊന്ന് കറക്റ്റായി ഇടണമെങ്കിൽ അതിന് കഴിവും കൃപാവരവുമുള്ള ഒറ്റയാൾ ആകെ എൻ്റെ കയ്യിലുള്ളത് ഫിലിപ്പോസാ. അതുകൊണ്ട് ഫിലിപ്പോസ് പോട്ടെ. ഇത് ആദ്യത്തെ സംഭവമല്ല. തൻ്റെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ഒരിക്കൽ ദൈവശക്തി വ്യാപരിച്ചു. കൊർന്നല്യോസിനോടൊരു ദൂതൻ ഇറങ്ങി വന്ന് വെച്ച് പറഞ്ഞു, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തണം, അവൻ വേണമെന്ന് സുവിശേഷം പറയാൻ. ഞാൻ പലപ്പോഴും പറയും, ഞാൻ കൊർന്നല്യോസിൻ്റെ പകരത്ത് ആ സ്ഥാനത്തുണ്ടായിരുന്ന ദൂതനോട് പറഞ്ഞ, ദൂതനെ, നീ അവിടുന്ന് ഇവിടം വരെ വന്നതല്ലേ, ഇനി ഞാൻ ഇവിടുന്ന് 3 ദിവസത്തെ വഴി പോയി ഫിലിപ്പോസിനെ എവിടിട്ട് തപ്പാനാ, പത്രോസിനെ എവിടിട്ട് തപ്പാനാ? അതുകൊണ്ട് ഇറങ്ങി വന്ന നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന പുള്ളിയല്ലേ, ഒന്ന് പറഞ്ഞേച്ചു പോ. ദൂതൻ പറയും, എടാ കുഞ്ഞെ, എനിക്കത് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയാൻ വയ്യ. ഇത് കറക്റ്റ് പറഞ്ഞു തരാൻ അടുക്കലും ചിട്ടയിലും സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ഒറ്റയാളിനെ ദൈവം തൽക്കാലം നിയോഗിക്കുന്നുള്ള പല കാര്യങ്ങളുണ്ട്. തന്നെയൊന്നുമല്ല, ദൈവരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിൻ്റെ കയ്യിലാണ്. അദ്ദേഹം തുറന്നേ പറ്റൂ, അതതിൻ്റെ പ്രോട്ടോക്കോളാണ്. എന്ന മറുവശം ഇങ്ങനെയാണ്, ഇതൊന്ന് ചൊവ്വേ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ പത്രോസ് വന്നേലേ പറ്റത്തുള്ളൂ, വേറെ ആരെ കൊണ്ടും ഒക്കത്തില്ല. ഇന്ന് രാത്രിയിൽ സുവിശേഷം ഒന്ന് ചൊവ്വേ പറഞ്ഞു കൊടുക്കാൻ നമ്മളിൽ എത്ര പേർക്ക് ഒക്കും? നമ്മളിൽ എത്ര പേർക്ക് ഉക്കളിൽ വ്യാപരിക്കുന്ന ഒരു അധികാരം, ആ വാക്കുകളിൽ വ്യാപരിക്കുന്ന ചിലത് ഇന്ന് ചിലതിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. മണക്കാല ബൈബിൾ സ്കൂളിൽ അതിനോട് ചേർന്നൊരു കൺവെൻഷൻ ഞങ്ങൾ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയി. ആ കൺവെൻഷനിൽ വന്നിരുന്ന് അറ്റൻഡ് ചെയ്ത കൂട്ടത്തിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഭൂതബാധിതനായിരുന്നു. ഇളകി. അവന് ഭൂതമുണ്ടെന്ന് അറിഞ്ഞും കൊണ്ട് തന്നെ ബൈബിൾ സ്കൂളിൽ ചേർത്തത്, അല്ലാതെ അബദ്ധത്തിനെ ചേർത്തതൊന്നും അല്ല. അവൻ്റെ അപ്പൻ അവിടെ മാന്യമായി ചെന്നേച്ച് പറഞ്ഞ്, എൻ്റെ ഒരു നിവൃത്തിയുമില്ല, നിങ്ങൾക്ക് എങ്ങനെ നേരെയാക്കി എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവനെ കൂടി സ്കൂളിലോട്ട് ചേർത്തേക്ക് എന്ന് പറഞ്ഞ് തിരിച്ച് നിങ്ങളുടെ വീട്ടിലോട്ട് വിട്ടാൽ ഇവൻ ഒരു കാലത്തും നന്നാകുകയില്ല. അതുകൊണ്ട് ഇനി ഇവിടെ താമസിച്ച് സുവിശേഷം കേൾക്കട്ടെ, കൂട്ടത്തിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചോളും. അതിനെപ്പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ ഇരുന്നു എന്നുള്ള വേദപുസ്തക ഭാഗം വായിച്ച ശേഷം ഷണ്ണൻ ചോദിച്ച ചോദ്യത്തിൻ്റെ പട്ടികയും മറ്റും കാണാതെ പഠിക്കുന്ന 5ഉം 10ഉം ഒക്കെ എളുപ്പമായിരുന്നു. പക്ഷെ 13ൻ്റെ പട്ടിക പഠിക്കാൻ പറഞ്ഞപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. ഞാൻ ആ സാറിനോട് ചോദിച്ചെന്നിരിക്കട്ടെ, ടീച്ചറെ, മാത്സ് അല്ലേ നിങ്ങളുടെ സബ്ജക്റ്റ്? അതെ. പിന്നെ എന്തിനാ ഈ പട്ടിക പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ സബ്ജക്റ്റ് മാത്സ് അല്ലേ? അതെ. പിന്നെ എന്തിനാ ഈ പട്ടിക പഠിപ്പിക്കുന്നത്? അവരെന്നോട് പറയും, എടാ പൊട്ടൻ ചെറുക്ക, പട്ടിക പഠിക്കാതെ മാത്സ് മനസ്സിലാകത്തില്ല. പട്ടിക മാത്സിനകത്ത് ഉൾക്കൊള്ളുന്ന ഒരു സബ്ജക്റ്റാണ്. എടോ മനുഷ്യ, സ്നാനം സുവിശേഷത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സബ്ജക്റ്റാണ്. സ്നാനം പറയാതെ സുവിശേഷം പറഞ്ഞാൽ അത് സുവിശേഷം ആകത്തില്ല, വെറും നാട്ടുവിശേഷമായിരിക്കും. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി ജീവിതത്തിൽ ആദ്യം കാണുന്നവനും പിന്നെ കാണാത്തവനുമായ ഒരുത്തനോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം കേട്ടവൻ്റെ അകത്ത് സ്നാനത്തെക്കുറിച്ചുള്ള ചോദ്യം. സ്നാനത്തെക്കുറിച്ച് ഇല്ലറയൊന്നുമല്ല മനസ്സിലായത്. വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? ആഴമുള്ള വെള്ളം കിട്ടിയ പറ്റൂന്നവന് മനസ്സിലായി.
സ്നാനത്തിൻ്റെ പടികളും സ്റ്റെപ്പുകളും മനസ്സിലായി. കാര്യം ഫിലിപ്പോസ് പറയുന്നതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതി തുടങ്ങി. ഇന്ന് പകൽ നിങ്ങളിൽ ചിലർ പറയുന്ന തിരുവചനത്തിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ തത്വങ്ങളും അധികാരവും പ്രിൻസിപ്പിളും സഹിതം വേറെ ചിലതിൻ്റെ ഹൃദയങ്ങളിൽ എഴുതി ചേർക്കത്തക്ക വേണം ഒരു ദൈവിക അധികാരം വ്യാപരിക്കട്ടെ. അഭിഷേകം കുക്ക് വേർതിരിഞ്ഞത് കുക്കായി. പക്ഷെ ദൈവം ഒരുവനെ വളർത്തുകയാ. ഇന്ന് രാത്രിയിൽ ചിലരെ വളർത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ നിന്നെങ്കിൽ നന്നായിരുന്നു ഒന്നുകൂടെ വളർത്തുവാൻ. ഫിലിപ്പോസ് പറഞ്ഞൊരു പദമുണ്ട്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം. എനിക്ക് മുക്കാലും വിശ്വാസമായി. സ്നാനപ്പെടുത്തി വിട്ടേക്കാൻ പറഞ്ഞാൽ, മോനെ ഷണ്ണനെ, നീ നരകത്തിൽ പോ, നിൻ്റെ പുറകെ ഞാനും വരേണ്ടി വരും. എടാ, നീ നേരിട്ട് നരകത്തിൽ പോ, ഞാൻ വരുന്നില്ല. അതുകൊണ്ട് ചൊവ്വ തീർത്തു പറ, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം. അല്ലാത്ത ഒന്നിനെ സ്നാനപ്പെടുത്തിയാൽ ഞാനും കൂടെ നരകത്തിൽ പോവും, എനിക്കതിൻ്റെ ആവശ്യമില്ല. ആ ഷണ്ണം പറഞ്ഞു, സത്യം സത്യം സത്യമായി. അതെൻ്റെ ഭാഷയാണ്. ഞാൻ വിശ്വസിക്കുന്നു, യേശുവാണ് ദൈവപുത്രൻ, ഞാൻ വിശ്വസിക്കുന്നു. എന്ന വാ നിനക്ക് വെള്ളം വിലക്കാൻ ആരെ കൊണ്ട് കഴിയും? നിനക്ക് വെള്ളം വിലക്കാൻ ആരെ കൊണ്ട് കഴിയും? അത് വേറൊരിടത്തുള്ള ചോദ്യമാണ്. ഞാൻ ഇവിടെ എടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രം. അവനവനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസേ, ഇന്ന് വരെ അധികം പേർക്ക് കിട്ടാത്ത ഒരു പുത്തൻ കാര്യം, റാപ്ചർ നിന്നെ ഒന്ന് കാണിച്ചു തരാം. റാപ്ചർ എന്ന് പറഞ്ഞാൽ എടുക്കപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം. നിന്നെ ഒന്ന് കാണിച്ചു തരാം. അദ്ദേഹത്തെ കുളത്തിൽ നിന്ന് പൊക്കി യസ്തോതി കൊണ്ട് നിർത്തി. ജീവിതത്തിൽ ഉയർക്കാതെ റാപ്ചർ നടന്ന ആദ്യത്തെ ചരിത്രമാ ബൈബിളിൽ. മോനെ, നിൻ്റെ അഭിഷേകം എന്തുവാ? കുക്ക്. കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുന്നത്, വിളമ്പുന്നത് ശരിയാകുന്നു നോക്കുന്നത്, കിട്ടാത്തവന് വിളമ്പുന്നത് ഇതായിരുന്നു വിളി. പക്ഷേ ഇന്ന് വളർച്ച, ഫിലിപ്പോസിൻ്റെ വളർച്ച വേറൊന്നാ. സ്വന്തം വീട്ടിൽ സഭ, മാന്യമായ പെൺകുഞ്ഞുങ്ങൾ, ദൈവത്തിന് വേണ്ടി പ്രവചിക്കുന്നവർ, അപ്പോസ്തലന്മാർ വന്നാൽ ആ വീട്ടിലാണ് കയറുന്നത്. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എൻ്റെ കുറേ പഴയ കണക്കുകൾ ഓർക്കാനിടയായി. പാസ്റ്റർ കെ എബ്രഹാം സാറ് എൻ്റെ ചെറിയ പ്രായത്തിൽ കൈവച്ച് അനുഗ്രഹിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പാസ്റ്റർ പി എം ഫിലിപ്പ് എന്നെ സ്നാനപ്പെടുത്തി വെച്ച് അനുഗ്രഹിച്ചതും പിന്നെ പല പ്രാവശ്യം അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച്, ഷാരോൺ പെന്തക്കോസ്റ്റൽ ചർച്ച് മുതലായവയുടെ ഒക്കെ മുൻപിൽ നിൽക്കുന്ന ആളുകൾ, പാസ്റ്റർ പി ജെ തോമച്ചായൻ ഉൾപ്പെടെ, വീട്ടിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും എൻ്റെ സംശയങ്ങൾ മുഴുവനും തീർക്കുന്നതും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടി പറയുന്നതും അതിനപ്പുറത്ത് പറഞ്ഞു തരുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പൈതൃകം കൃപയാൽ കർത്താവ് തന്നു. ഒരുപാട് പേർക്കത് പകർന്നു കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. ഇന്ന് പകൽക്കാലം ഒരു പൈതൃകം ഏറ്റുവാങ്ങുവാനും അത് പകർന്നു കൊടുക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാനൊരു നിരൂപണത്തിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ചൊരു മറുപടി തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇത് പല കാര്യങ്ങൾ ഓർത്തു. റോജർ ഹോസ്മ എന്ന ദൈവമനുഷ്യൻ ഇന്ത്യയിലൊരു അപ്പസ്തോലിക ശുശ്രൂഷ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഗുജറാത്തിൽ നിന്ന് മാത്രം സ്നാനപ്പെട്ടവർ 1.5 ലക്ഷത്തോളമായിരുന്നു. 1.5 ലക്ഷത്തോളം ഗുജറാത്തിൽ നിന്ന് മാത്രം സ്നാനപ്പെട്ടവർ. അതുപോലെ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തയാളാണ്. ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ഇനി ഇവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞ് തള്ളിയതാ. പക്ഷെ ദൈവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരവസരം കൂടെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഇന്ത്യയിലൊന്ന് വന്നു. ബാംഗ്ലൂരിലൊരു മീറ്റിങ്ങിന് വേണ്ടി വന്നതാ. ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. എനിക്കൊന്ന് 10 ദിവസത്തേക്ക് ആ ഹോട്ടൽ വാടകയ്ക്ക് എടുത്തു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മോനെ വിളിച്ചു വെച്ച് പറഞ്ഞു, മോനെ, എൻ്റെ അകത്തൊരു ഭയങ്കര നിയോഗം നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ. ഹോട്ടലിലാണ് ഞാനും ഭാര്യയും താമസിക്കുന്നത്, ഞങ്ങൾക്കിവിടെ റൂമുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ എൻ്റെ ഹൃദയത്തിലൊരു ഭയങ്കര നിയോഗം. എൻ്റെ അവസാനത്തെ വിസിറ്റാണ് ഇന്ത്യക്ക്. എന്തോ ചിലത് ഇമ്പാർട്ട് ചെയ്യാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അദ്ദേഹം വീട്ടിൽ വന്ന് താമസിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് പകൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഞാനത് ഓർത്തു. അങ്ങനെ ചിലരെയല്ല. ദൈവത്തിൽ നിന്ന് നിങ്ങളിലേക്കൊരു പകർച്ചയുണ്ടെങ്കിൽ
ദൈവം എവിടുന്നേലും വേണ്ടവനെ കൊണ്ടുവരും. ദൈവം എവിടുന്നെങ്കിലും വേണ്ട സന്ദേശം കൊണ്ടുവരും. പക്ഷെ ദൈവത്തിന് അറിയേണ്ടത് ഈ അഭിഷേകം വളർത്തുമോ. ഇത് ഉറക്കകത്തിട്ട് വെച്ചേക്കാൻ തരത്തില്ല, ഇത് കുഴിച്ച് സൂക്ഷിച്ചു വെക്കുവാൻ തരത്തില്ല. ഒറ്റത്താലന്തുകാരനെ പോലെ കിട്ടിയത് തേണ്ടെന്ന് പറയാൻ സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ വളർത്തുവാൻ ചിലരോട് ഏൽപ്പിക്കപ്പെടുമോ, സ്വർഗം അവരുടെ മേൽ പകരും. ഇന്ന് രാത്രിയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇന്ന് രാത്രിയിൽ വളർത്തുവാൻ താല്പര്യപ്പെടുന്ന ചിലരുണ്ടോ, ദൈവം അവരുടെ മേൽ പകരും. നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളവരിൽ ഏറ്റവും വലിയ ആളാണ് റോൺ ചാൾസ്. UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ചെയർമാനാണ്. UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ചെയർമാൻ ഒത്തിരി ഉന്നതമായ പോസ്റ്റാണ്. ബാംഗ്ലൂരിലെ 1-2 മീറ്റിങ്ങുകൾക്ക് വേണ്ടി വന്നു. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, വർഗീസേ, നിൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് എനിക്ക് ഒരു പ്രത്യേക നിയോഗം. ഞാൻ അങ്ങോട്ട് വരട്ടെ. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു, എൻ്റെ വീട് സായിപ്പിന് താമസിക്കാൻ കൊള്ളാവുന്നതല്ല, അത് ഒത്തിരി താഴെയാണ്. എൻ്റെ മോൻ്റെ വീട് എൻ്റെനേക്കാളും നല്ലതാണ്, ഞാനും കൂടെ അങ്ങോട്ട് വരാം, അവിടെ വന്ന് താമസിക്കാമോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാട്ടെ. അദ്ദേഹത്തിൻ്റെ ആഹാര രീതികൾ വ്യത്യസ്തമാണ്. നല്ല മീനൊന്നും അദ്ദേഹം കൂട്ടത്തില്ല. ഞാൻ ഒത്തിരി വിശദീകരിക്കാൻ പോകുന്നില്ല. മത്തി വറുത്തതും മതി, എനിക്ക് ചെറുതു മതി. പക്ഷെ ഇവിടെ താമസിക്കണമെന്നൊരു താല്പര്യം, ഏതോ ഒരു പകർച്ച ഏതാണ്ടൊന്ന് തരാനുണ്ട്. റോൺ ചാൾസിനെ പോലെ പ്രഗത്ഭനായ ഒരാൾ എൻ്റെ വീട്ടിൽ വരെ താമസിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ചെയർമാനാണ്. താമസിച്ച ദിവസങ്ങൾ എന്തെല്ലാം ആഴങ്ങൾ, തിരുവചനത്തിൻ്റെ ആഴങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത ആഴങ്ങൾ തിരുവചനത്തിനില്ല. കർത്താവേ, ഒരു തലമുറയെ പഠിപ്പിച്ചെടുക്കുവാൻ, ചില വഴികളിലൂടെ നടത്തുവാൻ ദൈവത്തിന് തിരിഹിതമെങ്കിൽ കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവരും. ഈ ദിവസങ്ങളിൽ ഇവിടെ വരേണ്ടവരെ ദൈവം കൊണ്ടുവരട്ടെ. എൻ്റെ മേലുള്ള വിളി കുക്കിൻ്റെ വിളിയാണ്. അതിനകത്ത് വിശ്വസ്തത കാണിക്കുന്ന നിൻ്റെ മേൽ അടുത്ത പകർച്ചയ്ക്ക് വേണ്ടി അയക്കുക ഫിലിപ്പോസെ. ഫിലിപ്പോസ് ഉന്നതനായി മാറി, ഉയർപ്പ് വരെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തു. മരിക്കാതെ റാപ്ചർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നു. 1-2 ആളുകളെ ഞാൻ തൊട്ടു. സ്തേഫാനോസും ഫിലിപ്പോസും 2 പേരെ തൊട്ടു. 2 പേരുടെയും വിളി കുക്കായിരുന്നു, അവിടുന്ന് അങ്ങ് ഉയർന്നതാണ്. അടുത്തൊരു 4 പേര് വായിക്കാൻ തന്നെ പ്രയാസമാണ്. പൊർഗരൂസ്, നിക്കാനോർ, തിമോൻ, പെർമനാസ്, ഈ 4 പേരുകൾ വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇവർ കുക്കായി അഭിഷക്തരായി, കുക്കായി ചത്തു. ഞാൻ സഭയുടെ അംഗമായി ചേർന്നു. ഒരു സാക്ഷ്യക്കുറവില്ലാതെ സഭയുടെ അംഗമായി തുടരുന്നു. വിളിച്ച കാലത്തെ വിശ്വാസം ഇപ്പോഴും ഉണ്ട്. അഭിഷേകം പ്രാപിച്ച കാലത്തെ അന്യഭാഷ ഇപ്പോഴും പറയുന്നു. പണ്ടത്തെ പ്രസംഗം ആവർത്തിക്കുന്നു. അല്ലെങ്കിൽ അതുപോലെ വേറൊന്നുകൂടെ പറയാൻ എനിക്കറിയാം. കുക്കായി വിളിക്കപ്പെട്ടു, കുക്കായി ചത്തു. നമ്മുടെ അവസ്ഥ എന്തുണ്ടായിരിക്കും? കേരളത്തിലെ ഗൗരവമേറിയ സാക്ഷികളിലൊന്നായിരുന്നു. ഇക്കാലത്ത് സാക്ഷി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കേരളത്തിലെ സഭകൾ വിസിറ്റ് ചെയ്യുന്ന തീരെ കുറവാണ്. സാക്ഷി എത്രയുണ്ടെന്നും ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നും എനിക്കറിയത്തില്ല. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. സാക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് കർത്താവ് വിളിച്ച കാലത്തെ അതേ സത്യത്തിൽ നിൽക്കുന്നു. അന്നത്തെ കാഴ്ചപ്പാടിൽ ഒട്ടും കുറവില്ല. ആ ഒറ്റത്താലന്തുകാരൻ പറഞ്ഞതാണ്, തന്നത് അതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ട്, മാന്തി നിൻ്റെ കൈ കൊണ്ടുതരാം, ഒന്നും നഷ്ടമായിട്ടില്ല. യേശുവിൻ്റെ മറുപടി, കെട്ടടാ കയ്യും കാലും. കെട്ടിവൻ്റെ കയ്യും കാലും. കുക്കായി അഭിഷേകം പ്രാപിച്ച് കുക്കായി ചത്തവനെ നിൻ്റെ കയ്യും കാലും കെട്ടുമെന്ന് മറക്കല്ലേ. ഈ രാത്രിയിൽ ലഭിച്ചതിൽ നിൽക്കുമോ, ലഭിച്ചതിനെ വളർത്തുമോ? ഒരുത്തിന് 10 താലന്തും ഒരുത്തിന് 5 താലന്തും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ കർത്താവ്, നീ 5 പട്ടണങ്ങൾക്കും, നീ 2 പട്ടണങ്ങൾക്കും 5 പട്ടണങ്ങൾക്കും അധിപനായിരിക്കാം. ലഭിച്ചതിൽ ഉന്നതി ലഭിക്കുന്നവർക്കായി സ്തോത്രം. പലരെയും കഴിഞ്ഞ വർഷം കണ്ട പോലെയല്ല ഈ വർഷം കാണുന്നത്. അവർ തികച്ചും വ്യത്യസ്തരാ.
ജീവിതത്തിൽ ഭയങ്കര വളർച്ചയാണ്. പക്ഷേ എനിക്കിന്ന് പറയാനുണ്ടോ, കർത്താവേ എൻ്റെ ജീവിതത്തിലൊരു വളർച്ചയുണ്ട്. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്ന പലതും ജീവിതത്തിൽ അറിയുവാനും ആഴത്തിൽ ഗ്രഹിക്കുവാനും ദൈവം തരുന്ന കരുണയ്ക്കും കൃപയ്ക്കുമായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. 4 പേർ വിളിച്ച വിളിയിൽ തന്നെ അധപ്പതിച്ചു, അവിടം കൊണ്ടവർ തീർന്നു. അവരൊക്കെ നല്ലവരാണ്. ഞാൻ 7ാമനെ തൊടട്ടെ. ഒരുപാട് ദുരുപദേശങ്ങളിലേക്ക് കയറും. വിളിക്കപ്പെട്ടവർ അവരുടെ വിരുദ് നഷ്ടമാക്കുവാനുള്ള കാരണങ്ങളിൽ ഒന്ന് ദുരുപദേശമാണ് എന്ന് മറക്കരുത്. അല്ലെങ്കിൽ ഒന്നാമത്തേത് ദുരുപദേശമാണ്. ഉപദേശത്തിലൊരല്പം വൈകല്യം സംഭവിച്ചാൽ അത് അവിടം കൊണ്ട് തകരാറിലാകും. ദൈവദത്തമായി ദൈവം തന്നതിനോട് കൂട്ടുചേർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യാഗത്തിന് പുളിപ്പ് ചേർക്കരുത്. അപ്പോൾ ഒരുത്തം പറഞ്ഞതിരിക്കട്ടെ, കുറച്ച് തേനാകട്ടെ, രുചിയായിരിക്കട്ടെ. വേണ്ട മോനെ, ആ തേനിനകത്ത് പുളിപ്പിൻ്റെ ഒരു രേഖയുള്ളത് കൊണ്ട് പറ്റുകയില്ല. അതെൻ്റെ ആലയത്തിൽ കൊണ്ടുവരാൻ പറ്റുകയില്ല. ദൈവം തന്നത് യോഗ്യമായി ഉപയോഗിക്കുന്നവർക്കായി സ്തോത്രം. അയോഗ്യമായി ഉപയോഗിക്കുന്നവരെ കേട്ടു. നിക്കലാവോസിൻ്റെ കഥ. 7ാമൻ്റെ പേര് നിക്കലാവോസ് എന്നാണ്. യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തുവെന്നാണ് 5ാമത്തെ വാക്യം വായിക്കുന്നത്. 5ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 6:5. എന്തുവാ ഈ അന്ത്യോക്യക്കാരനായ യഹൂദ മതാനുസാരിയായ നിക്കലാവോസ്? യഹൂദ മതാനുസാരി എന്ന് പറയുന്നതിനകത്ത് അറിഞ്ഞോണം, ഇവൻ യഹൂദനല്ല, പകരം യഹൂദനായി ചേർന്നവൻ. ആദ്യമേ പറഞ്ഞ 7 പേരും ജാതികളായിരുന്നു. ഇവൻ ഒറിജിനൽ യഹൂദനല്ല, ഇവൻ ജാതികളിൽ നിന്ന് യഹൂദനായി ചേർന്നതാണ്. നിക്കലാവോസിനെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. നിക്കലാവോസ് ഒരു നോസ്റ്റിക് മതത്തിൽ നിന്ന് വന്നവനാണ്. നോസ്റ്റിക് മതം. അവൻ മാനസാന്തരപ്പെട്ടെങ്കിലും പഴയത് മൊത്തം ചത്തില്ല. ഈ നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫേറികൾ രാത്രിയിൽ വെളിപ്പെട്ട്, ഫേറി എന്നുള്ള പേര് തന്നെ നോസ്റ്റിക്സിൻ്റെയാണ്. ഫേറികൾ രാത്രിയിൽ വെളിപ്പെട്ട്, മാലാഖ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഫേറികൾ വന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഫേറികൾ വന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഈ നോസ്റ്റിക് മതം. ഈ നോസ്റ്റിക് മതത്തിനകത്ത് അവർക്ക് പ്രവചനം വിശ്വാസമാണ്. നോസ്റ്റിക് മതത്തിനകത്ത് ദൂതന്മാരുടെ ഗൈഡൻസ് വിശ്വാസമാണ്. ഇതെല്ലാം വരും. ഇതെല്ലാം വന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇവൻ്റെ അകത്ത് കിടന്നിരുന്ന സിസ്റ്റം. ഇവൻ ഇതുമായിട്ടാണ് നടന്നത്. പക്ഷേ ഇവന് നിർമ്മലമായൊരു മനസ്സാക്ഷിയുണ്ട്. കണക്ക് ചൊവ്വനേരെ സൂക്ഷിക്കണം, മറ്റൊരുത്തൻ്റെ അടിച്ചെടുക്കരുത്. നോസ്റ്റിക് മതത്തിൻ്റെ ഒരു വലിയ ദോഷം അതൊരു കൾട്ട. എനിക്കൊന്ന് ഞാൻ ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? കൾട്ടെന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു സമൂഹത്തിലെ മൈനോറിറ്റി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അകത്തിൻ്റെ അകത്തോട്ട് പോയാൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് യഹൂദമതത്തിൻ്റെ കൾട്ട. യഹൂദമതത്തിൻ്റെ കൾട്ടാണ് ക്രിസ്ത്യാനിത്വം. ഇന്ത്യയിൽ ക്രിസ്ത്യാനിത്വം ഒരു കൾട്ട. മജോറിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മൈനോറിറ്റി. അത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് ഭാഷയിലെ അതിൻ്റെ വിശദീകരണം. പക്ഷെ കൾട്ടിനെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഒരു ഒറ്റപ്പെട്ട കരിസ്മാറ്റിക് ലീഡറുടെ കയ്യിലായിരിക്കും ഇത് പോകുന്നത്. ഒരൊറ്റപ്പെട്ട കരിസ്മാറ്റിക് ലീഡറായിരിക്കും ഒരു കൾട്ട് കൊണ്ടുപോകുന്നത്. അവനിൽ ഒരു ദുരുപദേശത്തിൻ്റെ വിത്തിട്ടാൽ ആ ജാതി മുഴുവൻ തീർന്നു. 2, അക്കൗണ്ട്സ് ഒരിക്കലും ട്രാൻസ്പെറൻ്റ് ആയിരിക്കത്തില്ല. എനിക്ക് കിട്ടുന്ന കാശ് ഞാൻ തന്നെ എണ്ണി തിട്ടപ്പെടുത്തും, എനിക്ക് തോന്നിയ പോലെ ചിലവാക്കും. അതിനൊരു പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം കാണത്തില്ല. അങ്ങനെ ഒരു 10 എണ്ണം ഉണ്ട്. പീറ്റർ വാഗ്നറാണ് അതിനെക്കുറിച്ച് ഗൗരവമായ ഒരു പഠനം നടത്തി കൾട്ടിൻ്റെ ലക്ഷണങ്ങൾ എഴുതിയിരിക്കുന്നത്. ചർച്ചിൻ്റെ ആരംഭം മുതൽ ഞങ്ങളുടെ അകത്ത് ഭയങ്കര താല്പര്യമായിരുന്നു ഇതൊന്നും ഞങ്ങളുടെ അകത്ത് കയറാതെ ഒന്ന് കൊണ്ടുപോകണം എന്നുള്ളത് ഞങ്ങളുടെ ഭയങ്കര നിർബന്ധമായിരുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ അങ്ങനെ ഇതുവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. നോസ്റ്റിക് മതം ഒരു കൾട്ടിക് ഗ്രൂപ്പാണ്. കൾട്ടിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൻ്റെ അക്കൗണ്ട്സ് ക്ലിയർ അല്ല. പക്ഷേ എന്തുകൊണ്ടോ നിക്കലാവോസിനൊരു നിർമ്മല മനസാക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് അക്കൗണ്ട്സ് കറക്റ്റായി കൊണ്ടുപോകണം, കാര്യങ്ങൾ നിയമപ്രകാരം പോകണം, പ്രമാണത്തിൽ പോകണം. അതേസമയം ഫേറിമാരെ വേണം, പ്രവചനങ്ങൾ വേണം, ആത്മാവ് വേണം. ഇത് രണ്ടും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പിനെ കിട്ടാതെ വന്നപ്പോഴാണ് യഹൂദമതം കണ്ടുപിടിച്ചത്. യഹൂദന്മാർ ഭയങ്കര സ്ട്രിക്റ്റാണ് കാര്യങ്ങളിൽ. നിയമത്തിന് വരവണ്ണത്തിൻ്റെ വ്യത്യാസമില്ലാതെ പോകുന്നവരാണ്.
അവരുടെ പ്രമാണങ്ങൾ മുഴുവനും സത്യമാണ്, പ്രവാചകന്മാർ ധാരാളമുണ്ട്, എല്ലാം കൂടെ കൂട്ടിയാൽ കൾട്ടിക് മതമല്ല, എന്നാൽ യഹൂദ മതം ഈ തത്വങ്ങളെല്ലാം സൂക്ഷിക്കുന്നതാണെന്ന് കണ്ട് ഇവൻ ഈ നോസ്റ്റിക് മതത്തിൽ നിന്ന് യഹൂദനായി മാറി, യഹൂദ മതാനുസാരി. ഭയങ്കര ഉണർവുകാരനാണ്. അതുകൊണ്ട് ഉണർവിൻ്റെ കേന്ദ്രത്തിൽ തന്നെ പാർക്കാൻ തീരുമാനിച്ചു. അന്ന് അന്ത്യോക്യയാണ് ഉണർവിൻ്റെ കേന്ദ്രം. ഞാൻ അതിനെക്കുറിച്ച് ഒരു പദം തൊട്ടോട്ടെ. യെരുശലേമിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങിയത്. പെന്തക്കോസ്ത് നാളിൽ ദേവാലയത്തിൽ ഇറങ്ങേണ്ട പരിശുദ്ധാത്മാവ് ദേവാലയം വിട്ട് വന്ന് മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങി. യേശുവിനെ ഉപദ്രവിച്ചതും സുവിശേഷത്തിന് വിരോധം നിന്നതുമായ ഒരു സമൂഹത്തെ പരിശുദ്ധാത്മാവ് വെറുത്തു. അവിടുത്തെ പന്നിരത്തിൻ്റെ തിരശ്ശീല ചവിട്ടിക്കേറിയച്ചാണ് യേശുവിൻ്റെ മരണം നടന്നത്. ആ പദത്തിൽ പാസ്റ്റർ വി എ തോമസ് വിശദീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വി എ തോമസിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ ഇന്നുള്ളത് കൊണ്ട് സ്തോത്രം. ഞാൻ യഹൂദ ദേവാലയത്തിലെ കർട്ടനുകളെക്കുറിച്ച് പഠിക്കുവാൻ ചില മണിക്കൂറുകൾ എടുത്തു. ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. ശലോമോൻ പണിത ദേവാലയത്തിൽ, അവിടെ അതാണ് യേശു ക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്നത്, ശലോമോൻ പണിത ദേവാലയത്തിൽ മന്ദിരത്തിലെ തിരശ്ശീലയുടെ ഖനം 4 വിരല. നിങ്ങൾ ഈ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് 1 ഇഞ്ചിൻ്റെ 4-1 6-1 വലിപ്പമേ ഉള്ളൂ. ഇതൊന്ന് വലിച്ചു കയറാൻ നിങ്ങൾ നോക്കിയാൽ നോക്കില്ല. എൻ്റെ കർച്ചീഫ് 1 ഇഞ്ചിൻ്റെ 10-1 16-1 കണ്ടേ ഉള്ളൂ. അത് വലിച്ചു കീറുന്നത് പ്രയാസമാണ്. ഒന്ന് മടക്കി തയ്ച്ചാൽ പിന്നെ, അല്ലെങ്കിൽ കീറാം. ദേവാലയത്തിലെ കർട്ടൻ 4 വിരൽ കനമാ. 4 വിരൽ ഏതാണ്ട് 3.5 ഇഞ്ചോളം വരും. ഇതൊന്ന് വലിച്ചു കീറാൻ ഒരു മനുഷ്യനെ കൊണ്ടൊക്കത്തില്ല, അത്രയും കട്ടിയാ. മാത്രവുമല്ല, ദേവാലയത്തിനകത്തത് ഉയർത്തിയിട്ടാൽ, ഞാൻ വായിച്ചിട്ടുള്ളത് 100% തെളിവ് തരാൻ നിവൃത്തിയില്ല, എങ്കിലും ഞാൻ വായിച്ചിട്ടുള്ളത് ശരിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു. 60 പുരോഹിതന്മാർ ഒരുമിച്ച് ചേർന്നാണ് ഇതൊരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലോട്ട് മാറ്റുന്നത്. ആന പിടിച്ച് മാറ്റേണ്ടത് സൈസിലൊരെണ്ണം. ഇതാണ് മന്ദിരത്തിലെ തിരശ്ശീല. യേശുവിൻ്റെ മരണത്തോടുകൂടെ അത് മുകൾ തൊട്ട് താഴെ വരെ കീറി. പാസ്റ്റർ വി എ തോമസ് പറയുന്നത്, പുരോഹിതന്മാർക്ക് വൈരാഗ്യം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറി തരുന്നേ താഴേന്ന് മേളിലോട്ട് കീറിയനെ. ഈ സാധനം ഇവിടെ വേണ്ടെന്നും പറഞ്ഞു സ്വർഗത്തിലെ ദൈവം ഒരു ചവിട്ടിയതാണ് മേളിൽ നിന്ന് താഴോട്ട് കീറിയ ഉള്ള ദേവാലയം. യേശുവിനെ കുരിശിച്ച ജനം, പരിശുദ്ധാത്മാവിന് വികടമായി നിന്ന ജനം ഇവിടോട്ട് വരുന്നില്ല. മർക്കോസിൻ്റെ മാളിക മുറിയിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ച പരിശുദ്ധാത്മാവ് ആ മാളിക തിരഞ്ഞെടുത്തു. അങ്ങനെ ഞാനും നിങ്ങളും ആത്മീയത്തിലായത്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ മാൻഡേറ്റ് തുടർന്നു കൊണ്ടുപോകുവാൻ അവരെ കൊണ്ട് കഴിയാതെയായിപ്പോയി. യേശു അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ ലോകത്തിൻ്റെ അറ്റം വരെ പോയി എൻ്റെ സാക്ഷികളാകണം. പത്രോസൊക്കെ പറഞ്ഞു, കൊന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകില്ല. അതിനെ തുടർന്നാണ് സഭയ്ക്കൊരു പീഡയുണ്ടായത്. സാധാരണ വിശ്വാസികൾ ചെതറിപ്പോയപ്പോഴും പത്രോസ് പറഞ്ഞു, എന്നെ കൊന്നു നോക്ക്, ഞാൻ പോകത്തില്ല. കർത്താവ് പറഞ്ഞു, മോനെ, നീ പല കാര്യങ്ങളിൽ എന്നെ അനുസരിച്ചെങ്കിലും ഒരു കാര്യത്തിൽ എന്നെ അനുസരിക്കാതെ വന്നതിനാൽ യെരുശലേമിലെ ഉണർവ് മാറ്റുക. ഇനി യെരുശലേം ഉണർവിന് കൊള്ളുകയില്ല. ഇന്ന് പകൽക്കാലം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ, എന്നെയും നിങ്ങളെയും വിളിച്ച സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ മേൽ ശാപമാണെന്ന് മറക്കരുത്. യെരുശലേമിൽ നിന്ന് ഉണർവ് മാറി. കർത്താവ് പറഞ്ഞു, ഇനി അന്ത്യോക്യയിലോട്ടാട്ട് ഉണർവ്. യെരുശലേമിൽ നിന്ന് വരേണ്ട അപ്പോസ്തലന്മാർ കൈവച്ചേ പറ്റൂ. പക്ഷേ ശൗലിൻ്റെ മേലൊരു കൈവപ്പ് നടക്കണമെങ്കിൽ യെരുശലേമിൽ വരണ്ട, അന്ത്യോക്യയെ പോ. ഞാൻ ഇവിടുന്ന് അപ്പോസ്തലന്മാരെ അങ്ങോട്ട് വിടാം, ഞാൻ പ്രവാചകന്മാരെ അങ്ങോട്ട് വിടാം. ഈ ദേശം ശാപശൂന്യമായി. ഇന്ന് രാത്രിയിൽ ശാപശൂന്യമായ ചില സ്ഥലങ്ങളെ വീണ്ടും ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുന്ന വേറൊരു തലമുറ കർത്താവിന് വേണ്ടി എഴുന്നേറ്റു വരട്ടെ. അന്ത്യോക്യ അനുഗ്രഹത്തിൻ്റെ പട്ടണമായി, ഉണർവിൻ്റെ പട്ടണമായി. ഈ നിക്കലാവോസ് അന്ത്യോക്യയിലേക്ക് മാറി. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിസ്സാര കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തരുത്, പിശാച് പുറകെ കൂടും. ഞാൻ കണ്ടിട്ടുള്ള പ്രവാചകന്മാരിൽ വെച്ച് പ്രയോജനപ്പെടുന്ന ഒരു പ്രവാചകനെ എനിക്കറിയാം. പേര് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ കയ്യിലുണ്ട്, അറിഞ്ഞാലും ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ അദ്ദേഹം ബാംഗ്ലൂരിൽ നമ്മുടെ ചർച്ചിൽ വന്നിരുന്നു, എൻ്റെ വീട്ടിൽ വന്നിരുന്നേച്ച് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മണ്ണിനകത്ത് കുറച്ച് കൂടോത്രത്തിൻ്റെ വസ്തുക്കൾ കൊണ്ടിട്ടുണ്ട്, ഇന്നാരായിട്ടിരിക്കുന്നത്. അതും ക്ലിയറായിട്ട് പറഞ്ഞു, ഇന്നാരായിട്ടിരിക്കുന്നത്. അത് മാന്തിയെടുത്ത് കളയുന്നത് നല്ലതാണ്.
അപ്പം ഞാൻ ചെയ്ത് എവിടെയാണെന്ന് കണ്ട മാന്തെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ മെയിൻ ഗേറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു 3.5 അടിയാണ് അകത്തോട്ട് അളക്കുക. അവിടെ ഒരു പോയിൻ്റ് ഇട്ട് അതിന് ചുറ്റും 3 അടി നീളത്തിലും 3 അടി വീതിയിലും ഒരു കുഴി താവോട്ട് കുഴിക്കുക. അതെല്ലാം കോൺക്രീറ്റാണ്. ആ കോൺക്രീറ്റ് ഇടുന്നതിന് മുമ്പേ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, ഇന്നയാളാണ് ഇട്ടത്, ഇന്നാരെ കൊണ്ടാണ് ഇടിയിപ്പിച്ചത്, പേരും പറഞ്ഞു. അതിനതൊരു പൊതിയുടെ കെട്ടായിരിക്കും. ആ പൊതിക്കെട്ടിനകത്ത് ഒരു മാന്ത്രിക വസ്തുവുണ്ട്. ആ പേപ്പറിനകത്തിട്ടിരിക്കുന്ന വസ്തു കെട്ടിയിരിക്കുന്നത് ഒരു കറുത്ത നൂലുകൊണ്ടാണ്. ആ നൂലിൽ 7 കെട്ടുണ്ട്. 7 ശക്തികളെ പ്രതിനിധീകരിക്കുന്ന 7 കെട്ടുള്ള ഒരു കറുത്ത നൂലുകൊണ്ടാണ് ഈ പൊതിക്കെട്ട് ചുറ്റിക്കെട്ടിയിരിക്കുന്നത്. നമുക്ക് ആർക്കും അങ്ങോട്ട് പോകണ്ട. ആരെങ്കിലും വേലക്കാരെ അങ്ങോട്ട് വിട്ട് ഈ പറയുന്ന അളവുകൾ പ്രകാരം ഒന്ന് കുഴിച്ച് ഇനി എടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞു. ചെന്ന് കുഴിച്ചപ്പോൾ അവിടെ കിടക്കുന്ന സാധനം ആ അക്യുറസിയ. ഞങ്ങളുടെ ചർച്ചിനകത്തുനിന്ന് പെറുക്കിയത് 95 പീസ, 1ഉം 2ഉം അല്ല, 95 എണ്ണം. എല്ലാം ഇന്നാരായിട്ടിരിക്കുന്നത്, ഒറ്റയാളാണ്. ഇത് മൊത്തം പെറുക്കി. ആ മനുഷ്യൻ ഒരിക്കൽ പറഞ്ഞൊരു വാചകം, തന്നൊരിക്കൽ വിയറ്റ്നാമിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചൈനീസ് ഡ്രാഗൺ തന്നോടടുത്തു. ഒരു ചൈനീസ് ഡ്രാഗൺ തനിക്ക് സ്വപ്നത്തിൽ വെളിപ്പെട്ടേച്ച് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ സേവിക്കണം. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല, ഞാൻ യേശുവിൻ്റെ ദാസനാണ്. പറഞ്ഞു, ഒരു കുഴപ്പമില്ല, യേശുവിൻ്റെ നാമം തന്നെ ഉപയോഗിക്കണം, യേശുവിൻ്റെ പേരിൽ തന്നെ പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമം തന്നെ പ്രസംഗിക്കണം. പക്ഷേ അവിടെയും ഇവിടെ ഞാൻ ചെറിയ ഒരു ഡിഫക്റ്റ് തരും, ഒരു വ്യത്യാസം. അതും കൂടെ അങ്ങ് അനുസരിച്ചാൽ മതി, നീ എൻ്റെയാണ്. നിന്നെപ്പോലൊരു പ്രവാചകൻ ഇനി ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല, അതുപോലെ ഞാൻ നിന്നെ ഉയർത്താൻ പോവാ. ഞാൻ തരുന്ന ചെറിയ ചേഞ്ചസ് ഒന്ന് വരുത്തിയേക്കണം. പുള്ളി പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ബോബിജാജ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തലക്കിട്ടൊരു തട്ട് തട്ടിയെന്ന് അവരെന്ന് വ്യാധി. ഇന്നുവരെ തൻ്റെ സ്ട്രോക്ക് മാറിയിട്ടില്ല, ഇന്നും തന്നെ ഒരു സ്ട്രോക്കില്ല. പക്ഷെ ഇന്നും ചെയ്യുന്ന ശുശ്രൂഷയാണ് ഞാൻ പറഞ്ഞത്. വ്യാധിലെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ത്യയിലെ പല ശുശ്രൂഷകന്മാരും എന്നെയാണ് അനുസരിക്കുന്നത്. കാര്യം കറക്റ്റ് ബൈബിളൊന്നുമല്ല, ഒരിച്ചിരിയും ചേഞ്ച്, വലുതായിട്ടൊന്നുമില്ല, തീരെ ചെറുത്. ഞാനൊരു കൊച്ചുദാഹരണം ഇങ്ങനെ പറയാം, നിങ്ങളെല്ലാം അനുസരിക്കണമെന്നൊന്നുമില്ല. പുരുഷൻ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടരുത്, സ്ത്രീ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടണമെന്ന് യേശു പറഞ്ഞ, അല്ലെങ്കിൽ എന്നെ ചെയ്യുമടോ എന്നൊന്ന് നോക്കാം. നിസ്സാരം. എൻ്റെ വചനത്തിൽ പറയുന്നതിനേക്കാൾ ഒരു നിസ്സാര വ്യത്യാസം വരുത്തിയാൽ മതി, ഞാൻ നിന്നെ വലുതാക്കാം, നീ എൻ്റേതാകും. പിന്നെ ദൈവം അതെ തൊടാൻ വരത്തില്ല. കൃപാവരങ്ങളിൽ കുറവില്ല, അത്ഭുതങ്ങളിൽ കുറവില്ല. മോനെ, നീ പണ്ട് വന്ന ആ നോസ്റ്റിക് മതമുണ്ടല്ലോ, അതിനകത്ത് നീ കേട്ടതിനേക്കാളും കണ്ടതിനേക്കാളും ഒരുപാട് ഉയരത്തിലേക്ക് നീ ഉയരാൻ പോവുക. ഞാൻ നിന്നെ ഉയർത്തിയേക്കാം. നിക്കലാവോസ് ഒരല്പം പെശക് കാണിച്ചു, അവൻ്റെ അകത്ത് കിടന്ന് ചില ബലഹീനതകൾ പുറത്തു വന്നു. ചർച്ചിൻ്റെ ഹിസ്റ്ററി പറയുന്നത്, നിക്കലാവോസ് വിളമ്പാൻ പോയി, സ്തേഫാനോസ് വിളമ്പാനാ പോയത്, ഫിലിപ്പോസ് വിളമ്പാനാ പോയത്. ആളുകളുടെ മുഖം കണ്ടും ക്ഷീണം കണ്ടും ഭാരം കണ്ടും കണ്ണുനീര് കണ്ടും അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടി ദൈവത്തോട് അഭയയാചന കഴിക്കുകയും സഭയെ ശുശ്രൂഷിക്കുകയും ചെയ്തതിനാൽ ഇവരങ്ങ് വളർന്നു. നിക്കലാവോസ് വിളമ്പാൻ പോയപ്പോൾ സൗന്ദര്യമുള്ള പെൺകുഞ്ഞുങ്ങളെ കണ്ടു. എന്നോട് ക്ഷമിക്കണം, ഞാൻ 78ാമത്തെ വയസ്സിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് ചിരിച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് ചിരിച്ച് കാണിക്കുന്ന പെൺകുട്ടികൾ മാത്രവുമല്ല, ഇച്ചിരി കൂടുതൽ വിളമ്പും അവർക്ക്. ഇവിടെ ലിമിറ്റഡ് ഫുഡ് 5000 പേർക്ക് വിളമ്പുക. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിരിച്ചാലും തകരാറില്ല, അല്പം കൂടുതൽ കഴിക്കാമെന്ന് പിള്ളേരുമായി. തുടർന്ന് സംസാരം മുറുകെ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആദ്യത്തെ പെൺകുട്ടി ഗർഭിണിയായി. അതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. നിക്കലാവോസ് അവൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത തൻ്റെ അഭിഷേകത്തിൻ്റെ മുമ്പിൽ മറന്നു കളഞ്ഞു. സ്തേഫാനോസിനെ അഭിഷേകം ചെയ്ത പോലെ, ഫിലിപ്പോസിനെ അഭിഷേകം ചെയ്തതുപോലെ അഭിഷേകം ചെയ്തവനാ. ഒരു 4 എണ്ണം നന്നാകാതെ നശിക്കാതെ നിപ്പുണ്ട്, അവരെ പോലെ നിന്നില്ല. എൻ്റെ ശരീരത്തിൻ്റെ ജഡിക ഇച്ഛ ഒരല്പമാകട്ടെ, അതുവഴി പിശാച് കയറി. ആളുകൾ കൂട്ടമായി ചോദിച്ചു, തെറ്റല്ലേ നീ കാണിക്കുന്നത്? അമാന്യതയല്ലേ നീ കാണിക്കുന്നത്?
ആരംഭത്തെങ്കിലും ചിരിക്കും കളിക്കും ചോദിച്ചതാ. പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഗ്രേസ് എന്ന് പറയും, ഗ്രേസ്. ഇതിനെയാണ് കൃപയെന്ന് വിളിക്കുന്നത്. ഞാൻ കൃപയിലായതുകൊണ്ട് പാപം ചെയ്താൽ തകരാറില്ല, ഇത് പാപമാകുകയില്ല, അതിനെ താഴെ കൊണ്ട് തീരും. ഒടുവിൽ ആദ്യത്തെ പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്ന് സഭ നിക്കലാവൂസിനെ മുടക്കി. യേശു പറഞ്ഞു, നിക്കലാവുയുടെ നടപ്പ് ഞാൻ പകയ്ക്കുന്നു, അത് നീയും പകയ്ക്കുന്നു. ഉപദേശമായിട്ട് വരുന്നത് പിന്നീട് ഒരു നടപ്പ് തുടങ്ങി, ഒരു പ്രാക്ടീസ്. ദൈവസഭയിൽ പലതും നിയമങ്ങളാകുന്നതിന് മുന്നമേ പ്രാക്ടീസായിട്ടാണ് തുടങ്ങുന്നത്. ഇത് തകരാറില്ലാത്ത പ്രാക്ടീസാണെന്ന് കണ്ടു. എന്തോ ചെയ്യാനും അവനും ഇരുന്നോട്ടെ, അല്പമൊക്കെ വിട്ടുവീഴ്ച വരുത്തണ്ടേ? അതെ, സഭ വരുത്തി. ഒരു വിഭാഗം ആളുകൾ നിക്കലാവോസിൻ്റെ കൂടെ തിരിഞ്ഞു. ചിരിക്കുന്നതും കളിക്കുന്നതും താല്പര്യമുള്ള പിള്ളേരും കൂടുതൽ വിളമ്പുമെന്നുള്ള കണ്ടീഷനും ഒരുമിച്ച് നടക്കുന്നത് സന്തോഷമാണെന്ന് ജഡത്തിൻ്റെ ബോധവും ആളുകളുടെ ഉള്ളിലേക്ക് കയറി. ജനം ഒരു വിഭാഗം നിക്കലാവോസിൻ്റെ പുറകെ പോയി. യേശു വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, നിക്കലോവിയുടെ നടപ്പ് ഞാൻ പകയ്ക്കുന്നു, അത് നീയും പകയ്ക്കുന്നു. അതിനോട് എതിർത്ത് നിന്നു. പക്ഷെ കുറച്ച് നാളൊക്കെ എതിർത്ത് നിന്നെങ്കിലും ഒരു കുറെ കഴിഞ്ഞതോടെ നിക്കലോവിയ ഉപദേശം അവരുടെ അകത്തേക്ക് കയറി. നിക്കലോവിയ ഉപദേശം അവരുടെ അകത്തേക്ക് കയറി. നിക്കലോവിയ ഉപദേശത്തെക്കുറിച്ച് ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നതും ചൈനക്കാരാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. ആരാ? ഓക്കെ, വലിയ ചൈനീസ് ശുശ്രൂഷകന്മാരുൾപ്പെടെ അതിനെക്കുറിച്ച് വിശദീകരിച്ച് കേട്ടിട്ടുള്ളതും ചരിത്രത്തിൽ നിന്ന് വായിച്ചതുമായ ഒരു 12 കാര്യങ്ങൾ നിക്കലോവിയ ഉപദേശമായി പറഞ്ഞേച്ച് ഞാനിവിടെ നിർത്തിയേക്കാം. പ്രാർത്ഥിക്കാൻ അത്യാവശ്യമുള്ളവർ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിക്കലോവിയ നടപ്പെന്ന് പറഞ്ഞതും വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നിക്കലോവിയരുടെ ഉപദേശമെന്ന് പറയുന്നതും ക്രോഡീകരിച്ചാൽ കിട്ടുന്നത് ഇതാണ്. 1, പഴയ നിയമത്തിൻ്റെ ദൈവം കോപിഷ്ഠനാണ്, നമുക്കങ്ങനെ വേണ്ട. 2, പുതിയ നിയമത്തിലെ ദൈവം ദയാലുവാണ്, നമുക്കങ്ങനെ മതി, പഴയ നിയമത്തിൻ്റെ പരിപാടി നമുക്ക് വേണ്ട. 3, ബൈബിളിന് പഴയ നിയമ പുസ്തകങ്ങൾ ആവശ്യമില്ല. നിക്കലോവിയർ നമ്മുടെ ഇടയിലുണ്ടെന്നറിയാമോ? ബൈബിളിന് പുതിയ നിയമപുസ്തകങ്ങൾ മാത്രം മതി, അതും എല്ലാ പുസ്തകവും വേണ്ട. യാക്കോബിൻ്റെ ലേഖനം കൊള്ളുകയില്ല, കാര്യം അതിനകത്ത് ചൊവ്വേ നടക്കണം, ജീവിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് കൊള്ളത്തില്ല. പുതിയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ മാത്രം മതി. 4, യേശുവിനേക്കാൾ പ്രധാനി പൗലൂസാ. പൗലൂസ് പറഞ്ഞതാണ് നമ്മൾ കേൾക്കേണ്ടത്. പൗലൂസിനെയാണ് ഉയർത്താനുള്ളത്. യേശു രണ്ടാമനായി മാറട്ടെ. 5, പുനരുത്ഥാനമെന്നൊന്നില്ല, യേശു ഇനി മടങ്ങി വരത്തില്ല. പുനരുത്ഥാനമെന്നൊന്നില്ല, അതെല്ലാം കഴിഞ്ഞു. മരിക്കുന്നവർ തത്സമയം സ്വർഗത്തിലെത്തുന്നു. പിന്നെ ആരെ കാണാനാണ് യേശു ഇങ്ങോട്ട് വരുന്നത്? അതുകൊണ്ട് ഉയർപ്പെന്നും പറഞ്ഞാലും കാത്തിരിക്കണ്ട. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്. ജനലിക്കൂടെ തലയും വെളിയിലോട്ടിട്ട് യേശു വരുന്നെന്നും പറഞ്ഞ് ക്രിസ്ത്യാനി എല്ലാം കൂടെ നോക്കിയിരിക്കുക. ഇരിപ്പ് തുടങ്ങിയിട്ട് 2000 കൊല്ലമായി നീ അവിടെ ഇരിക്കുകയേ ഉള്ളൂ. ഇതൊന്നും വരാൻ പോകുന്ന കാര്യമല്ല. നിക്കലോവോസാണ് തുടങ്ങിയത്. പുനരുത്ഥാനമില്ല, മരിക്കുന്നവർ തത്സമയം സ്വർഗത്തിലെത്തുന്നു. 6, യേശു മടങ്ങി വരികയില്ല, അഥവാ റാപ്ചർ ഇല്ല. ഇവിടെ പീലിപ്പോസിനെ കൊണ്ട് റാപ്ചർ അനുഭവിപ്പിച്ച് കാണിച്ചപ്പോൾ തകർന്നവൻ പറയുകയാണ്, റാപ്ചർ ഇല്ല, അങ്ങനെ ഒരു കാര്യം നടക്കുന്നില്ല. 7, രക്ഷ കൃപയാല, 100% കൃപയാല. അവൻ പറഞ്ഞു തുടർന്ന് പ്രവൃത്തികൾ ആവശ്യമില്ല. പൗലോസ് വ്യക്തമായി ഫിലിപ്പ് ലേഖനത്തിൽ എഴുതുന്നുണ്ട്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പീനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. രക്ഷ കൃപയാലാണെങ്കിലും പ്രതിഫലങ്ങൾ കൃപയാലല്ല, പ്രതിഫലങ്ങൾ ചെയ്ത പ്രവൃത്തികൾക്ക് തക്കവണ്ണമാണ്. സ്വർഗത്തിലെ പ്രാധാന്യമുള്ള കാര്യം പ്രതിഫലമാ, അല്ല രക്ഷ മാത്രമല്ല. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ ഒരു സഹോദരൻ വീട്ടിൽ വന്നു. അദ്ദേഹം ഒരു രോഗിയാണ്. ആ രോഗിയായതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം, അത് പ്രതീക്ഷിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതോടൊക്കെ ചെയ്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് രോഗമാണെങ്കിലും ഒരു തകരാറുമില്ല, ഇന്ന് മരിച്ചാലും സ്വർഗത്തിലാണ്. പറഞ്ഞു അത്രയേ ഉള്ളു കാഴ്ചപ്പാടെങ്കിൽ എൻ്റെ പൊന്നെ തകർന്നു പോലും. പുള്ളി പറഞ്ഞു പിന്നെ എന്നതാ,
ഞാൻ പറഞ്ഞു, ബ്രദറെ സ്വർഗത്തിൽ എന്തായിരിക്കും സ്ഥാനം? ഓ, അത് എന്നേലും ആട്ട്. സ്വർഗത്തിൽ എന്ത് സ്ഥാനം? അത് എന്തേലും ആട്ട്. ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ കാണും. ദാനിയേലിൻ്റെ ദർശനത്തിലൊരു വാക്യമുണ്ട്, നിന്റെ ജനം പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും തന്നെ ചിലർ നിത്യലജ്ജയ്ക്കും നിന്ദയ്ക്കുമായി ഉയർത്തെഴുന്നേൽക്കും. കർത്താവേ, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സ്വർഗത്തിൽ കാണുമെന്നല്ല, നിത്യലജ്ജയ്ക്ക് വേണ്ടി ആകാതെ ചിലതെല്ലാം അങ്ങയ്ക്ക് വേണ്ടി ഓടിപ്രാപിച്ച് അങ്ങയുടെ പ്രമാണത്തിൽ പോകുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. നിക്കലാവുസ് പറഞ്ഞത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, രക്ഷകൃപയാലാണ്, തുടർന്ന് പ്രവൃത്തികൾ ആവശ്യമില്ല. 8, വിശുദ്ധ ജീവിതം ആവശ്യമില്ല. കൃപ വിശുദ്ധ ജീവിതത്തേക്കാൾ വലുതാണ്. ഇവിടെ നാശമേ, നിന്റെ ഉപദേശം ക്രിസ്തു വെറുക്കുന്നതാ. നിക്കലാവൂസിൻ്റെ ഉപദേശമാണിത്. രക്ഷകൃപയാലാണ്, തുടർന്ന് പ്രവൃത്തികൾ ആവശ്യമില്ല. 8, വിശുദ്ധ ജീവിതം ആവശ്യമില്ല. കൃപ വിശുദ്ധ ജീവിതത്തേക്കാൾ വലിയതാണ്. വേറൊരു ഭാഷയിൽ രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ ആവശ്യമില്ല. രക്ഷിക്കപ്പെട്ട പോലെ ഇരുന്നാൽ മതി. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറിയവർക്കായി സ്തോത്രം. നിക്കലാവോസ് കൂട്ടത്തിൽപ്പെട്ടവരാ. ഒരു 4 പേരോടുണ്ട് കൂട്ടത്തിൽപ്പെട്ടവര്. 2 പേര് ഉയർന്ന ഇടത്ത്, 4 അവിടെ തന്നെ നിപ്പുണ്ട്. അതുപോലെ തുടർന്നാൽ മതി. നിക്കലാവോസ് അതിനേക്കാൾ താവോട്ട് പോയി. 9, നാം ചെയ്ത പാപവും ഇനി ചെയ്യാൻ ഇരിക്കുന്ന പാപവും യേശു ക്ഷമിച്ച് കഴിഞ്ഞതുകൊണ്ട് ഏതു പാപവും ചെയ്തു, ഏതു പെങ്കൊച്ചിൻ്റെ പുറകെ പോയിക്കോ. നാം ചെയ്തു പോയ പാപവും ചെയ്യാൻ ഇരിക്കുന്ന പാപവും യേശു ഒരുപോലെ ക്ഷമിച്ചു കഴിഞ്ഞതിനാൽ ഇനി പാപം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനില്ല. 10, യേശു മരിച്ചത് ജഡത്തിലും ഉയർത്തത് ആത്മാവിലുമാകയാണ്. ആകയാൽ ജഡത്തിലെ പ്രവൃത്തികൾ യേശു നോക്കുന്നേയില്ല. നിക്കലാവൂസിൻ്റെ ഉപദേശത്തിലോട്ടാണ് ഞാൻ വരുന്നത്. 11, യേശു വന്നത് ന്യായവിധി, ശിക്ഷാവിധി എന്നിവ മാറ്റാനാണ്, സ്വഭാവം മാറ്റാനല്ല. 12, പാപമെന്നോ ന്യായവിധിയെന്നോ ആകയാൽ ഇനി മേലാൽ സഭയിൽ പ്രസംഗിക്കരുത്. 7 പേരെ ഒരുമിച്ച് വിളിച്ച് അഭിഷേകം ചെയ്തു. 2 പേർ അഭിഷേകത്തും കൊണ്ട് ഉയർന്നു. 4 പേർ അവിടം കൊണ്ട് തീർന്നു. 7-മൻ നശിപ്പിച്ചു. നമ്മുടെ മേൽ നിന്നുള്ള അഭിഷേകവും ലഭിച്ച അവസരവും നാം എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇന്ന് രാത്രിയിൽ ഒരു വലിയ ദൂത് എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയുടെ അകത്ത് നിന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് എൻ്റെ മേൽ പകർന്ന ഒരു അവസരം. ഈ തിരുവല്ലയുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് സഭകളുണ്ട്. ഇന്നലെ ഉദ്ഘാടന സമയത്ത് ഞാൻ പറഞ്ഞു, ഇവിടുത്തെ MLA പറഞ്ഞതിനെ തുടർന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ദേശത്ത് ആരാധനാലയങ്ങൾ ധാരാളമുണ്ട്. എല്ലാ മതങ്ങൾക്കും, നാനാ മതങ്ങൾക്ക് ഇവിടെ ആരാധനാലയങ്ങൾ ഒരു കുറവുമില്ല, ധാരാളമുണ്ട്. പിന്നെ ഒന്നുകൂടെ എന്തിനാ പറഞ്ഞു, ഒന്നുകൂടെ എന്തിനാ എല്ലാത്തിനെയും പോലെ പോകാതെ ജീവിതത്തിൽ ദൈവപ്രമാണം സൂക്ഷിക്കുവാൻ മറ്റൊന്നിനെ കാണാഞ്ഞത് കൊണ്ടല്ലേ ദൈവം ഈ ഒന്നിനെ തന്നത്? ദൈവം തന്ന അവസരം ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കുന്നവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇന്ന് ഞാൻ ഇവിടോട്ട് നിർത്തട്ടെ. നിക്കലാവൂസിനെ പോലെ നശിക്കുന്നവർ നമ്മുടെ ഇടയിൽ കാണരുത്. ഉണ്ട്, പക്ഷെ നമ്മുടെ ഇടയിൽ കാണരുത്. 4 പേരെ പോലെ നിൽക്കുന്നവർ നമ്മിൽ പലരുമാണ്. അവിടെ നിൽക്കരുത്. ആദ്യത്തെ 2 പേരെ പോലെ വളരണം. നമുക്കിടയ്ക്കിടയ്ക്കൊന്ന് ശോധന ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ എന്ത് സാധിച്ചു. ഞാൻ പലപ്പോഴും ഒരുപാടിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഞങ്ങൾ വീടായി, ഭവനമായി, കഴിയുമെങ്കിൽ ഒരു മാസത്തിൽ 1 പ്രാവശ്യം ഒരുമിച്ചിരിക്കും. ഞങ്ങളെല്ലാവരും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും അവരുടെ ഭാര്യമാരും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രായപൂർത്തിയായവരാ. കഴിയുമെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഉള്ളവരുമായി ഞങ്ങൾ ദൈവസന്നിധിയിലിരിക്കും. എന്തായിരുന്നു നമ്മുടെ വിളി? ആ വിളിയിൽ നമ്മൾ എവിടം വരെ എത്തി? ഇനിയും നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? എന്തായിരിക്കും നമ്മുടെ ഡിറക്ഷൻ? ഞങ്ങൾ അന്യോന്യം ചോദിക്കും. കൊച്ചുമക്കൾ എന്നെ കറക്റ്റ് ചെയ്യും, ഞാൻ കൊച്ചുമക്കളെ കറക്റ്റ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കറക്റ്റ് ചെയ്യും. വഴക്ക് പറയേണ്ടിടത്ത് വഴക്ക് പറയും, സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കും, ഉമ്മ കൊടുക്കേണ്ടിടത്ത് ഉമ്മ കൊടുക്കും. ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി പിരിയും.
ഈ മാസം കറക്റ്റ് ചെയ്തിരിക്കും. ഞങ്ങൾക്ക് അടുത്ത പടി ഒന്ന് വളർന്നേ പറ്റും. കർത്താവിൻ്റെ ദാസനെ എല്ലാ മാസവും ഞങ്ങളുടെ ശുശ്രൂഷകന്മാരെ വിളിച്ചേച്ച് അവരോട് ഇതേ ആശയം പറയും. നമ്മൾ എവിടുന്ന് തുടങ്ങി എവിടം വരെ എത്തി, എന്തൊക്കെ ചെയ്തു, ഇനി എങ്ങോട്ട് പോകാനുണ്ട്, ഇത് തിരിച്ചറിഞ്ഞ ദൈവമാണ് അയക്കേണ്ടവരെ വീട്ടിലയച്ചത്. പറയേണ്ടത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിച്ചത്, അരുതാത്തത് ചെയ്യാതെ കൈ തടഞ്ഞത്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതൊന്ന് നിവർത്തിക്കുവാൻ ഈ സഭയെ, ബെഥസ്ത പ്രെയർ ഹാളിനെ സ്വർഗം ക്രമീകരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ. എത്ര പ്രാവശ്യം എനിക്ക് കൺവെൻഷൻ പ്രസംഗങ്ങൾക്ക് പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നും എന്നെ വിളിച്ച് 2-3 പേരോട് ക്ഷമിക്കണം, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് പറയേണ്ടതായി വന്നു. ഇന്നും അങ്ങനെയാണെങ്കിൽ ഇന്ന ദിവസം ഇന്നിടത്ത് വന്ന് കണ്ടോളാമെന്നൊക്കെ ആളുകൾ പറഞ്ഞു തുടങ്ങി. ദൈവം എനിക്ക് ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനൊരു ലിമിറ്റുണ്ട്. അടുത്ത തലമുറയ്ക്ക് ചിലത് കൈമാറുവാൻ സ്വർഗം കൃപ തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം സ്ഥലത്ത് വെച്ചാണ്. ഞാൻ ജനിച്ചു വീണ വീടും മണ്ണും ഇവിടെ നിന്ന് 11 കിലോമീറ്ററേ ഉള്ളൂ. എന്നെ ഇപ്പോൾ ചെറുപ്പം മുതൽ അറിയാവുന്ന പലരും ഇവിടെയുണ്ട്. ഇവിടെ നടന്ന ബ്ലസ് തിരുവല്ല ഓർമ്മയുള്ളവർ ഇതിനകത്ത് കുറച്ചേലും കാണും. അവിടെയും ഇവിടെയും ദൈവത്തിൻ്റെ വലിയ പകർച്ച ഉണ്ടായത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇന്നും അത് തീർന്നിട്ടില്ല. കർത്താവ് ഇന്നും നടത്തുന്നു. എന്നീ സഭയോട്, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ദൈവിക ആലോചനകൾ പങ്കുവെക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ മേൽ പകരപ്പെട്ടത് അൺഎൻഡിങ്, തീരാത്തതാ. ഇതിനൊരന്തമില്ല. ഇതിനെ എന്നും വളർത്തുന്നതാണ്. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, പത്രോസിനോട് 3.5 വർഷമായി വാഗ്ദത്തങ്ങൾ കൊടുത്തു. 3.5 വർഷമായി നടന്നില്ല. ക്രിസ്തുവിൻ്റെ മരണത്തോടെ താൻ ഷാറ്റഡായി. പക്ഷെ പത്രോസെ പരിശുദ്ധാത്മാവിനെ പകർന്ന ഒറ്റ ദിവസം കൊണ്ട് 3.5 വർഷത്തെ വാഗ്ദത്തങ്ങൾ ഒരുമിച്ച് നീ കിട്ടിയില്ലേ? വാഗ്ദത്തം കേട്ട പലരും ഇവിടെ ഉണ്ട്. ദൈവാത്മാവ് നമ്മെ ഒന്ന് തൊടട്ടെ. എൻ്റെ സ്വന്തം ദേശത്ത് ചുരുങ്ങിയ ആളുകളുടെ നടുവിൽ, എൻ്റെ സ്നേഹിതന്മാരായ കർത്തൃദാസന്മാരുടെ മുമ്പിൽ ഈ ആശയം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. ദയവായി നിങ്ങളുടെ കണ്ണുകളെ അടച്ചാലും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് രാത്രിയിൽ അടിയന് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈ കൊച്ചു കോൺഗ്രിഗേഷനിൽ നിന്നുകൊണ്ട് വലിയൊരു ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഏൽപ്പിച്ച ആലോചന ഞങ്ങളുടെ ജനത്തിന് മറ്റനേകർക്ക് എന്നവണ്ണം കൈമാറുവാൻ സ്വർഗം തന്ന കൃപയ്ക്കായി ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. ഈ ആലോചന ഏറ്റുവാങ്ങി വളർത്തുവാൻ കർത്താവ് അനേകർക്ക് കൃപ കൊടുക്കണേ. ദൈവം അനേകർക്ക് കൃപ കൊടുക്കണേ. തിരുനാമം ഉയരണേ. ബലമുള്ള തിരുനാമം ഉയരണമേ. സഭ ദിനംപ്രതി അനുഗ്രഹിക്കപ്പെടുവാൻ, ദിനംപ്രതി വളരുവാൻ കർത്താവേ, അങ്ങയുടെ ദാസൻ എന്ന പദവിയിൽ ഈ സഭയെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ ഇവരോടുകൂടി ഇരിക്കട്ടെ. ബലവും ഘനവും ബഹുമാനവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. മഹത്വം കർത്താവിന്. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.